സർ കാണാം സർ. ഓക്കെ, ഞാൻ ക്ലാസ് റെക്കോർഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. റെക്കോർഡ് ചെയ്തിട്ട് ശരിയാവുകയാണെങ്കിൽ ഞാൻ റെക്കോർഡ് ചെയ്ത വീഡിയോ ഞാൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പം എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ നോക്കാനായിട്ട്. അപ്പൊ എന്താണ് ഈ ഐഗൺ വാല്യൂ, ഐഗൺ വെക്ടർ, അതിന്റെ ഡെഫിനേഷൻ എന്താ പഠിച്ചേക്കുന്ന ഓർമ്മയുണ്ടോ? എ എന്ന് പറയുന്ന മെട്രിക്സ് എ ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. ഓക്കെ, ഒരു നമ്പർ ലാംഡ, റിയൽ നമ്പർ ലാംഡ, റിയൽ നമ്പർ തന്നെ ആവണമെന്നില്ല, കോംപ്ലക്സ് നമ്പറും വരാം, ലാംഡ. ഇതിനെ ഐഗൺ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴാണ്? ലാംഡ ഈസ് സെഡ് ടു ബി ആൻ ഐഗൺ വാല്യൂ ഓഫ് ദ മെട്രിക്സ് എ. എപ്പോഴാ? നിങ്ങൾ ഇത് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതല്ലേ? ഒരു മെട്രിക്സ്, ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. എ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ക്വയർ മെട്രിക്സ് തന്നിരിക്കുന്നു. ആ മെട്രിക്സിന്റെ ഒരു ഐഗൺ വാല്യൂ ആണ് ലാംഡ എന്ന് പറയുന്ന നമ്പർ എന്ന് പറയണമെങ്കിൽ വാട്ട് ഈസ് ദ കണ്ടീഷൻ? ഇഫ് there exists a non-zero vector k such that a k equal to lambda k. ഇങ്ങനെയല്ലേ? ഓക്കെ, യെസ് ഓർ നോ നിങ്ങൾ പറയണേ. എനിക്ക് നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ റെസ്പോൺസ് വന്നേ പറ്റുള്ളൂ. ഇതാണോ ഡെഫിനേഷൻ പറഞ്ഞേക്കുന്നേ? യെസ്. അങ്ങനെയാണെങ്കിൽ ഈ ലാംഡയ്ക്ക് നമ്മൾ എന്ത് പേര് വിളിക്കും? ലാംഡ ഈസ് നോൺ ആസ് ഐഗൺ വാല്യൂ ആൻഡ് കെനെയോ ഈസ് നോൺ ആസ് ഐഗൺ വെക്ടർ. അപ്പോ ഐഗൺ വെക്ടർ. അപ്പൊ ഏതെങ്കിലും ഇത് കെ പറ്റില്ല, നോൺ സീറോ വെക്ടർ കെ ആയിരിക്കണേ. കെ ഷുഡ് ബി എ നോൺ സീറോ വെക്ടർ. നോൺ സീറോ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു കമ്പോണന്റും സീറോ ആവാൻ പറ്റില്ല എന്നല്ല, മൊത്തത്തിൽ സീറോ ആവാൻ പാടില്ല. ഇതാണ് കണ്ടീഷൻ. ക്ലിയർ ആണല്ലോ? അപ്പൊ ഡെഫിനേഷൻ ഒന്ന് പറഞ്ഞേ. സപ്പോസ് എ ഈസ് എ സ്ക്വയർ മെട്രിക്സ്, എ നമ്പർ ലാംഡ ഈസ് സെഡ് ടു ബി ആൻ ഐഗൺ വാല്യൂ ഓഫ് എ if there exists a non-zero vector k so that ak equal to lambda k. The number lambda is said to be an eigenvalue of the matrix and k is said to be the eigenvector corresponding to the eigenvalue lambda. Definition കിട്ടിയല്ലോ? ഓക്കെ കിട്ടി സർ. ഓക്കെ, അപ്പൊ ഇനി ഇവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കാവുന്നത്, നമുക്കൊരു മെട്രിക്സ് തന്നിരിക്കുന്നു എ, given a equal to 0, -1, -3. ഒരുപക്ഷെ നിങ്ങൾക്ക് ക്ലാസ്സിൽ ചെയ്തേക്കുന്ന സെയിം പ്രോബ്ലം തന്നെയായിരിക്കും. നമ്മൾ റിവിഷൻ ആണ് എന്നുള്ളതുകൊണ്ട് പുതിയ പ്രോബ്ലം ചെയ്യുന്നു എന്ന് പ്രതീക്ഷിക്കരുത്. ഞാൻ ടെക്സ്റ്റിലെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. 2, 3, 3, -2, 1, 1. ഓക്കെ, ഇങ്ങനെ ഒരു മെട്രിക്സ് തന്നിരിക്കും. വെരിഫൈ ദാറ്റ്, ഇതാണ് വൈകി ജോയിൻ ചെയ്യാൻ നിൽക്കരുത് എന്ന് പറഞ്ഞത്. ആദർശ അടുത്ത ദിവസം മുതൽ വൈകി ജോയിൻ ചെയ്യാൻ നിൽക്കരുത് കേട്ടോ, സമയത്ത് ജോയിൻ ചെയ്യണം. വെരിഫൈ ദാറ്റ് k ഈക്വൽ ടു ഒരു വെക്ടർ തരികയാണ് 1, -1, 1 is an eigenvector of A. ഓക്കെ, നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇതെങ്ങനെയാ ചെയ്യണ്ടേ? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്താ ചെയ്യണ്ടേ? എന്ത് ചെയ്യണം? ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ചെയ്യുന്നത് ശ്രദ്ധിച്ചോളുക. നമ്മളുടെ ഡെഫിനിഷൻ പ്രകാരം എ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് തന്നിരിക്കുന്നു. ലാംഡ അതിന്റെ ഐഗൺ വാല്യൂ എന്ന് പറയണമെങ്കിൽ എ കെ ഈക്വൽ ടു ലാംഡ കെ എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഒരു നോൺ സീറോ വെക്ടർ വരണം. ഇതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ. ഇപ്പൊ നമുക്ക് എ തന്നിട്ടുണ്ട്, കെയും തന്നിട്ടുണ്ട്. ഇത് ഐഗൺ വെക്ടർ ആവണമെങ്കിൽ ഇതുപോലൊരു റിയൽ നമ്പർ ലാംഡ, റിയൽ നമ്പർ തന്നെ വേണമെന്നില്ല, ഇതുപോലൊരു നമ്പർ ലാംഡ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് കാണിച്ചാൽ മതി. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഈ ക്വസ്റ്റിന്റെ ആൻസർ ഇങ്ങനെ എഴുതുകയാണ്.
ഗിവൺ എ ഈക്വൽ ടു, റിപ്പീറ്റ് ചെയ്ത് എഴുതേണ്ട കാര്യമില്ല, ആൻഡ് കെ ഈക്വൽ ടു. ഇത് രണ്ടും ഞാനിവിടെ എഴുതുന്നു എന്ന് വിചാരിക്കാം. അത് റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അവിടെ എഴുതാത്തത്. നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ അതവിടെ ഉണ്ടാവണം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ എഴുതിയേക്കുന്നത് മാത്രം. ഓക്കെ, therefore എ കെ എന്തായിരിക്കും? മെട്രിക്സ് എയിൽ പറഞ്ഞ എൻട്രീസ് 0 -1 0 -1 -3 2 3 3 -2 1 1 ഇൻറ്റു കെ ആയിട്ട് നമുക്ക് തന്നിരിക്കുന്നത് 1 -1 1. ഇതിന്റെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എല്ലാവർക്കും അറിയാലോ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന എൻട്രീസ് ഒന്ന് പറഞ്ഞേ, ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. എൻട്രീസ് ഏതായിരിക്കും വരണേ? ഫസ്റ്റ് റോയും ഈ കോളം കൂടെ മൾട്ടിപ്ലൈ. അപ്പൊ 0 × 1 പ്ലസ് -1 × -1 പ്ലസ് -3 × 1. അപ്പൊ എന്താ പറയണേ? 1 -3. ഓക്കെ, 1 -3 എന്ന് ഫസ്റ്റ് എലമെന്റ് വരും. അതുപോലെ സെക്കൻഡ് എലമെന്റ് ആണെങ്കിലോ 2 -3 + 3. ഓക്കെ, അതുപോലെ തേർഡ് എലമെന്റ് ആണെങ്കിലോ -2 -1 + 1. ശരിയല്ലേ? ഈ മൾട്ടിപ്ലിക്കേഷൻ മനസ്സിലായോ? ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? -2 2 -2. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു, ഒരു -2നെ ഞാൻ പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ -2 × 1 -1 1 എന്ന് എഴുതാമല്ലോ. ഈ 1 -1 1 ആണ് കെ വരണത്. അപ്പൊ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു -2k എന്ന് എഴുതാം. ഇത്ര എഴുതി മനസ്സിലായോ? ഇത്ര എഴുതിയത് മനസ്സിലായോ? So this implies, അല്ലെങ്കിൽ thus AK equal to -2k എന്ന് നമുക്ക് കിട്ടി. ഇംപ്ലൈസ് നമുക്ക് എന്ത് പറയാൻ പറ്റും? k equal to നമുക്ക് തന്നിരുന്നത് 1 -1 1 ആണ്. ഈസ് an eigenvector of the matrix A corresponding to the eigenvalue. ഏത് eigenvalueന് കറസ്പോണ്ടിങ് ആയിട്ടാണ് വരുന്നത്? ഏത് eigenvalueന് കറസ്പോണ്ടിങ് ആയിട്ടാണ് വരുന്നത്? -2. ലാംഡ ഈക്വൽ ടു -2. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് ചെയ്യാൻ പറ്റും എന്നുള്ളതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഇത് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഞാൻ ഈ രീതിയിലുള്ള ക്ലാസ് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ റിവൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന പോർഷനിലെ ഇതുപോലെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഓരോന്ന് ഡിസ്കസ് ചെയ്ത് പോകാന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഒരു 2x2 മെട്രിക്സ് ആണ് എങ്കിലും ചെയ്യുന്നതിന് പ്രശ്നം ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ അടുത്ത ഇതിലേക്ക് പൊക്കോട്ടെ. അടുത്തതായിട്ട് നമ്മളോട് ചോദിക്കാം, ഇപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കാം. അതായത് നമുക്ക് മെട്രിക്സും തന്നിരിക്കുന്നു, വെക്ടറും തന്നിരിക്കുന്നു. ആ വെക്ടർ ആ മെട്രിക്സിന്റെ ഏകൻ വെക്ടർ ആണെന്ന് പ്രൂവ് ചെയ്യുക. അതാണ് നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്ത ടൈപ്പ് പ്രോബ്ലം. ഇനി അടുത്തത്, ഒരു മെട്രിക്സ് തന്നിരിക്കുന്നു, അതിന്റെ ഏകൻ വാല്യൂസും ഏകൻ വെക്ടേഴ്സും കണ്ടുപിടിക്കണം. അങ്ങനത്തെ ക്വസ്റ്റ്യൻ 2x2 ഉണ്ട്, 3x3 ഉണ്ട്. ഓക്കെ, സോ നമുക്ക് ആദ്യം 2x2ന്റെ ഒരെണ്ണം ചെയ്യാം. ഫൈൻഡ് ദ ഏകൻ വാല്യൂസ് ആൻഡ് കറസ്പോണ്ടിങ് ഏകൻ വെക്ടേഴ്സ് ഓഫ് ദ മെട്രിക്സ് 3 4 -1 7. മെട്രിക്സ് തന്നേക്കാണ് 3 4 -1 7. A ഈക്വൽ ടു ഇങ്ങനെ ഒരു മെട്രിക്സ് തന്നിരിക്കുന്നു. ഫൈൻഡ് ദി ഏഗൻ വാല്യൂസ് ആൻഡ് ഏഗൻ വെക്ടേഴ്സ്. ഓക്കെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ ചെയ്യാം? എങ്ങനെയാണ് ഏഗൻ വാല്യൂസും ഏഗൻ വെക്ടേഴ്സും കണ്ടുപിടിക്കാൻ പറ്റുന്നത്? അതിനുവേണ്ടി എന്താ നമ്മൾ പറഞ്ഞേക്കുന്നത്?
k minus lambda into k equal ആ to 0. നമ്മള് നേരത്തെ പറഞ്ഞിരുന്ന ഡെഫിനീഷൻ എപ്പോഴാണ് ഏതിനെയാണ് ഈഗൻ വാല്യൂ പറയുന്നത്, ഏതാണ് ഈഗൻ വെക്ടർ എന്ന് പറയുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇനി അതിനുശേഷം ഈ പ്രോബ്ലം ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ആവശ്യമുണ്ട്. ഞാനത് ഇവിടെ എഴുതുകയാണ്. ടു ഡിറ്റർമൈൻ അല്ലെങ്കിൽ ഈഗൻ വാല്യൂസ് എന്ന് പറയുന്നത്, ഈഗൻ വാല്യൂസ് അതിന് പറയുന്ന വേറെ പേരെന്തൊക്കെയാണ്? അതിന് വേറെ പേരുകൾ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ്, ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ്, അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ്, അല്ലെങ്കിൽ ലേറ്റന്റ് റൂട്ട്സ്. ഈ പേരൊക്കെ അതിന് തന്നെ ഉപയോഗിക്കുന്ന പേരുകളാണ്. ആർ the roots of the characteristic equation. ഏതാ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ പറയുന്നതെന്ന് അറിയാമോ? എന്തിനാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നതെന്ന് അറിയാമോ? ഡിറ്റർമിനന്റ് എ മൈനസ് ലാംഡ ഇൻറ്റു ഐ ഈക്വൽ ടു 0. ഡിറ്റർമിനന്റ് എ മൈനസ് ലാംഡ ഐ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷൻ കൺസിഡർ ചെയ്താൽ ആ ഇക്വേഷന്റെ റൂട്ട്സ് ആണ് എന്ത്? ഈഗൻ വാല്യൂസ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? പ്രോബ്ലത്തിലേക്ക് പോട്ടെ. ഓക്കെ, ഞാൻ പ്രോബ്ലത്തിലേക്ക് പോവാണേ. ഇത് ക്ലിയർ അല്ലേ? അതെ. ഓക്കെ, അപ്പൊ ഇനി ഡിറ്റർമിനന്റ് എ മൈനസ് ലാംഡ ഐ, എ എന്ന് പറയുന്ന മെട്രിക്സ്, ഞാനിപ്പോ അത് പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ ജനറൽ ആയിട്ടൊന്ന് പറയണം. എ എന്ന് പറയുന്ന മെട്രിക്സ് ഇതായിരുന്നു നോക്കിയാൽ A11, A12, A13. ഞാനൊരു 3x3 മെട്രിക്സ് ജസ്റ്റ് പറയാണ്. A31, A32, A33. ഇതായിരുന്നു എ എന്ന് പറയുന്ന മെട്രിക്സ് എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ ഇതിനോട് ചേർന്നിട്ടുള്ള യൂണിറ്റ് മെട്രിക്സ് വേണമെങ്കിൽ 1 0 0 0 1 0 0 0 1 ഇതാണ് എടുക്കേണ്ടത് അല്ലെ, യൂണിറ്റ് മെട്രിക്സ് എടുക്കുകയാണെങ്കിൽ. അപ്പൊ എ ഇതാണെങ്കിൽ എ മൈനസ് ലാംഡ ഐ എന്നാണെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത്, എ മൈനസ് ലാംഡ ഐ. ശരിയാണോ? ഓക്കെ അല്ലേ? അപ്പൊ ഈ ലാംഡ വെച്ച് ഈ യൂണിറ്റ് മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എഫക്റ്റീവ്ലി എന്താ സംഭവിക്കണേ? എഫക്റ്റീവ്ലി ഡയഗണൽ എലമെന്റ് ഒക്കെ എന്തായിട്ട് മാറും? ലാംഡ ആയിട്ട് മാറും. എന്ന് പറയുമ്പോൾ എന്താ വരണേ? A11 മൈനസ് ലാംഡ. ഡയഗണൽ എലമെന്റിൽ നിന്നൊക്കെ ലാംഡ മൈനസ് ചെയ്യുന്ന മെട്രിക്സ് ആയിരിക്കില്ലേ എ മൈനസ് ലാംഡ ഐ എന്ന് പറയുന്നേ? A11 മൈനസ് ലാംഡ, A12, A13, A21, A22 മൈനസ് ലാംഡ. ഓക്കെ, ഈ രീതിയിൽ വരുമല്ലോ. ഇതായിരിക്കില്ല മെട്രിക്സ്. ഓക്കെ ആണല്ലോ? അപ്പൊ അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഈഗൻ വാല്യൂസ് എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷന്റെ റൂട്ട്സ് ആണ്. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഡിറ്റർമിനന്റ് എ മൈനസ് ലാംഡ ഐ ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷൻ ആണ് എടുക്കേണ്ടത്. അപ്പൊ ഡിറ്റർമിനന്റ് എ മൈനസ് ലാംഡ ഐ എന്നുള്ള ഇക്വേഷൻ എടുക്കാനായിട്ട് നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സിന്റെ മെയിൻ ഡയഗണിൽ നിന്ന് ലാംഡ മൈനസ് ചെയ്താൽ മതി. ഇത്രയും കാര്യം പറഞ്ഞതിന് ശേഷം ഞാൻ നമ്മുടെ പ്രോബ്ലത്തിലേക്ക് പോവുകയാണ്. 3 4 -1 7 എന്നുള്ള മെട്രിക്സിന്റെ ഈഗൻ വാല്യൂസും ഈഗൻ വെക്ടേഴ്സുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഗിവൺ എ ഈക്വൽ ടു 3 4 -1 7. The characteristic equation is given by ഏതാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ പറഞ്ഞത്? ഡിറ്റർമിനന്റ് എ മൈനസ് ലാംഡ ഐ ഈക്വൽ ടു 0 ഇംപ്ലൈസ് ഡിറ്റർമിനന്റ് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ മെയിൻ ഡയഗണലിൽ നിന്ന് ലാംഡ മൈനസ് ചെയ്താൽ മതി. അപ്പൊ എന്താ വരണ്ടേ? 3 മൈനസ് ലാംഡ 4 -1 7 മൈനസ് ലാംഡ ഈക്വൽ ടു 0. ഓക്കെ, ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താ വരണേ?
3 മൈനസ് ലാംഡ ഇൻറ്റു 7 മൈനസ് ലാംഡ, 7 അല്ലായിരുന്നോ? 7 മൈനസ് ലാംഡ മൈനസ് 4, അപ്പോൾ പ്ലസ് 4 എന്ന് വരും, ഈക്വൽ ടു 0. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താ വരണേ? 3 ഇൻറ്റു 7 21 മൈനസ് 3 ലാംഡ മൈനസ് 7 ലാംഡ പ്ലസ് ലാംഡ സ്ക്വയർ പ്ലസ് 4 ഈക്വൽ ടു 0. എക്സ്പാൻഷൻ മനസ്സിലായല്ലോ? 3 വെച്ച് 7നെ ആദ്യം മൾട്ടിപ്ലൈ ചെയ്തു, ദെൻ 3 വെച്ച് ലാംഡ മൈനസ് ലാംഡനെ, പിന്നെ മൈനസ് ലാംഡ വെച്ച് 7നെ, മൈനസ് ലാംഡ വെച്ച് അടുത്ത മൈനസ് ലാംഡനെ. ഈ മൾട്ടിപ്ലിക്കേഷനാണ് ഈ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് സിംപ്ലിഫൈഡ് ഫോമിൽ ഒന്ന് എഴുതുകയാണെങ്കിൽ ആയിരിക്കും ദിസ് ഇംപ്ലൈസ് ലാംഡ സ്ക്വയർ മൈനസ് 10 ലാംഡ പ്ലസ് 25 ഈക്വൽ ടു 0 എന്ന് വരും. ക്ലിയർ ആണോ? ഇതാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ വരണത്. ഇതിന്റെ റൂട്ട്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതിന്റെ റൂട്ട്സ് ആണ് ഏഗൻ വാല്യൂസ് ആയിട്ട് വരുന്നത്. ഞാൻ ഇത്രയും പറഞ്ഞ കാര്യം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്, എന്തെങ്കിലും സംശയം വരുന്നുണ്ടെങ്കിൽ. ഇല്ല എങ്കിൽ ഇതിന്റെ റൂട്ട്സ് കണ്ടുപിടിക്കണം. അപ്പൊ ഇത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഇതിന്റെ റൂട്ട് ഫാക്ടറൈസ് ചെയ്ത് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഫോമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. ഞാനിപ്പോ ഡയറക്റ്റ് ഇതിന്റെ ഇത് എഴുതുകയാണ്. ദിസ് ഈസ് ലാംഡ മൈനസ് 5 ഹോൾ സ്ക്വയർ ആണ്. ശരിയല്ലേ? Okay, so this implies lambda minus 5 into lambda minus 5 equal to 0 എന്നാണ്. Implies lambda equal to 5,5 are the eigenvalues. Are the eigenvalues of the matrix. eigen values കണ്ടുപിടിച്ച ഈ സ്റ്റെപ്പ് എന്തെങ്കിലും എക്സ്പ്ലനേഷൻ പറയണോന്ന് നോക്കിയേ. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോളുക. എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നാൽ അത്രയും പ്രാവശ്യം എഴുതണം. അതായത് നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സ് ഒരു 2x2 മെട്രിക്സ് ആണ് എങ്കിൽ അതിന് 2 eigen വാല്യൂ ഉണ്ടാവണം. 3x3 മെട്രിക്സ് ആണെങ്കിൽ 3 എണ്ണം ഉണ്ടാവണം. അത് ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്ന, ഇപ്പൊ നമുക്ക് ഇവിടെ കണ്ടു, ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു eigen വാല്യൂ ഉള്ളൂ, 5 മാത്രമേ ഉള്ളൂ. പക്ഷേ അത് 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പൊ 2 പ്രാവശ്യം വന്നാൽ 2 പ്രാവശ്യം എഴുതണം. അപ്പൊ ഇവിടെ ശരിക്കും ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട വേറെ 1-2 കാര്യങ്ങളും കൂടെ ഞാനിവിടെ ചേർക്കാണ്. നിങ്ങൾക്ക് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനെ സോൾവ് ചെയ്യാനായിട്ടില്ല ഇപ്പോഴും അറിയാമോ? ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇതിപ്പോ നമുക്ക് ഇവിടെ വന്നു, അതവിടെ കഴിഞ്ഞു, ഈ ക്വസ്റ്റിന്റെ ആൻസർ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ നിങ്ങളോട് ചോദിക്കുകയാണ്, ലാംഡ സ്ക്വയർ മൈനസ് 6 ലാംഡ പ്ലസ് 5 ഈക്വൽ ടു 0. ഇതിന്റെ റൂട്ട്സ് കണ്ടുപിടിക്കാൻ അറിയാമോ? ഈ മെത്തേഡ് അറിയാമോ എന്ന് ജനറൽ ആയിട്ട്? അല്ലെങ്കിൽ വേറെ ഒരെണ്ണം പറയുകയാണെങ്കിൽ ലാംഡ സ്ക്വയർ പ്ലസ് ലാംഡ മൈനസ് 6 ഈക്വൽ ടു 0. ഇതിനെ ഫാക്ടറൈസ് ചെയ്യാൻ അറിയാമോ? ഇതുപോലെയുള്ളത് ഇങ്ങനെ വന്ന ഫാക്ടറൈസ് ചെയ്യാൻ അറിയാമോ എന്നാണ് ഞാൻ ചോദിച്ചത്. അറിയാം സർ. എല്ലാവർക്കും അറിയാം. ആർക്കെങ്കിലും അറിയാൻ വയ്യാത്തുണ്ടോ? ഞാൻ വേഗം ഒന്ന് പറയാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടത്, ആഡ് ചെയ്യുമ്പോൾ -6ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5ഉം വരുന്ന രീതിയിൽ 2 നമ്പേഴ്സ് എടുക്കണം. ഏതൊക്കെയാണ് അങ്ങനെയുള്ള നമ്പേഴ്സ്? ആഡ് ചെയ്യുമ്പോൾ -6, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5. ഏതൊക്കെയാ? 5ന്റെ ഫാക്ടേഴ്സ് നോക്കിയാൽ മതി. ഏതൊക്കെയായിരിക്കും അത്? ലാംഡ -1ഉം ലാംഡ -5ഉം എടുത്താൽ മതിയാവും. ശരിയല്ലേ? ഇതിന്റെ എക്സ്പാൻഷൻ ആയി വന്നിട്ടുണ്ടാവുക. അപ്പൊ ദിസ് ഇംപ്ലൈസ് ലാംഡയുടെ വാല്യൂസ് ഏതൊക്കെയായിരിക്കും? 1 എന്ന് വരും, ലാംഡ ഈക്വൽ ടു 5 എന്ന് വരും. അങ്ങനെയായിരിക്കും ഇതിന്റെ ഫാക്ടറൈസേഷൻ വരിക. ഇവിടെ ആണെങ്കിലോ ആഡ് ചെയ്യുമ്പോൾ 1, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -6. അങ്ങനെയുള്ള 2 നമ്പേഴ്സ് ഒന്ന് പറഞ്ഞേ. ആഡ് ചെയ്യുമ്പോൾ 1, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -6. 3ഉം -2. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതണം? ലാംഡ പ്ലസ് 3 ഇൻറ്റു ലാംഡ -2 ഈക്വൽ ടു 0 എന്ന് ഇക്വേഷനെ ഫാക്ടറൈസ് ചെയ്ത് എഴുതുക. ദിസ് ഇംപ്ലൈസ് അപ്പൊ ലാംഡ ഈക്വൽ ടു -3, ലാംഡ ഈക്വൽ ടു 2. ഈ രീതിയിലുള്ള ഫാക്ടറൈസേഷൻ അറിയണം. ഇനി നിങ്ങൾ എല്ലാവരും അവിടെ മിണ്ടാതിരിക്കുന്ന പലർക്കും ചിലപ്പോൾ ഇത് അറിയത്തില്ലായിരിക്കും.
അങ്ങനെയാണെങ്കിൽ ഇത് ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് ക്വാഡ്രാറ്റിക് ഫോർമുല നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. ax² പ്ലസ് bx പ്ലസ് c എന്നുള്ള ക്വാഡ്രാറ്റിക് ഫോർമുല സോൾവ് ചെയ്ത് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ x ഈക്വൽ ടു -b പ്ലസ് ഓ മൈനസ് √b² മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a ഈ ഫോർമുല ഉപയോഗിക്കാം. അത് ഉപയോഗിച്ച് വേണമെങ്കിലും ചെയ്തോളൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ലാംഡ ഈക്വൽ ടു എങ്ങനെ വരണം? ബിയും a1 ആണ്, b1 ആണ്, c -6 ആണ്. അപ്പൊ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും വരിക? -1 പ്ലസ് ഓ മൈനസ് √1 സ്ക്വയർ വിച്ച് ഇസ് 1 മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു -6 ഓൾ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1. ഇത് സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ -1 പ്ലസ് ഓർ മൈനസ് √25 ബൈ 2 എന്ന് വരും. √25ന്റെ വാല്യൂ 5 ആണ്. അപ്പൊ -1 പ്ലസ് 5 ബൈ 2ഉം -1 മൈനസ് 5 ബൈ 2ഉം എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ നമുക്ക് നേരത്തെ കിട്ടിയിട്ടുള്ള 2ഉം -3 എന്നുള്ള ആൻസേഴ്സ് കിട്ടും. ഓക്കെ, സോ ഡയറക്റ്റ് ഫാക്ടറൈസ് ചെയ്യാൻ അറിയില്ലാത്തവർ ഈ ഫോർമുല ഉപയോഗിച്ച് ചെയ്തു കൊള്ളണം എന്നാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഞാൻ എന്താ പറയാ, നമ്മൾ നേരത്തെ തന്നിരുന്ന ക്വസ്റ്റ്യൻ ആ മെട്രിക്സ് എടുത്തു, ആ മെട്രിക്സിന്റെ എയ്ഗൻ വാല്യൂസ് കണ്ടുപിടിച്ചു. ഇനി എന്താ അടുത്ത് ചെയ്യേണ്ടത്? എയ്ഗൻ വാല്യൂ കിട്ടി. നമ്മുടെ ക്വസ്റ്റിൻ്റെ അകത്ത് എയ്ഗൻ വാല്യൂസ് ആൻഡ് എയ്ഗൻ വെക്ടർ ആണ് ചോദിച്ചിരുന്നത്. ഇനി എയ്ഗൻ വെക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടേ? ഓക്കെ, ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടി ഇവിടെ പറയുകയാണ്. നമ്മുടെ മെട്രിക്സ് ഇതായിരുന്നു 3 4 -1 7. ഈ മെട്രിക്സിന്റെ എയ്ഗൻ വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചു. എയ്ഗൻ വാല്യൂസ് എന്തെന്ന് നമുക്ക് കിട്ടിയത് ലാംഡ ഈക്വൽ ടു 5 റിപ്പീറ്റഡ് എയ്ഗൻ വാല്യൂ ആയിരുന്നു. ഇനി എയ്ഗൻ വെക്ടർ കണ്ടുപിടിക്കണം. ഇവിടെ ഇപ്പൊ നമുക്ക് ഒരു എയ്ഗൻ വാല്യൂ മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് ഒരൊറ്റ കേസിൽ മാത്രം ചെയ്താൽ മതി. എയ്ഗൻ വെക്ടർ കറസ്പോണ്ടിങ് ടു ഏത് മാത്രം ചെയ്താൽ മതി? കറസ്പോണ്ടിങ് ടു ലാംഡ ഈക്വൽ ടു 5 മാത്രം ചെയ്താൽ മതി. അതെങ്ങനെയാ കണ്ടുപിടിക്കണം? എയ്ഗൻ വെക്ടർ കറസ്പോണ്ടിങ് ടു ലാംഡ ഈക്വൽ ടു 5 is given by എന്ത് ചെയ്യേണ്ടി വരും? a മൈനസ് ലാംഡ I ഇൻറ്റു k ഈക്വൽ ടു 0. ഓക്കെ, ഇവിടെ k ഈക്വൽ ടു ലാംഡ ഈക്വൽ ടു 5 ആണ്. ഇംപ്ലൈസ് സോൾവിങ് ഏതിനെ സോൾവ് ചെയ്യേണ്ടി വരും? a മൈനസ് 5i ഇൻറ്റു കെ എന്ന് പറയുന്ന ഈ ഇക്വേഷൻ സോൾവ് ചെയ്യേണ്ടി വരും. ഇംപ്ലൈസ്, ഇനി നോക്കിക്കേ, വാട്ട് ഈസ് എ മൈനസ് 5i? എന്താ ചെയ്യേണ്ടത്? എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഡയഗണൽ എലമെന്റിൽ നിന്നൊക്കെ ആരെ മൈനസ് ചെയ്യണം? 5. അപ്പൊ എന്താ പറയണേ? മൈനസ്, ഓക്കെ ഞാൻ ഇങ്ങനെ എഴുതുകയാണ്, 3 മൈനസ് 5 4 -1 7 മൈനസ് 5 ഇൻറ്റു ഇതിനോട് ചേരുന്ന വെക്ടർ എന്ന് പറയുമ്പോൾ k1 k2 ഇത്രയും മാത്രമേ വരുള്ളൂ. 3/3 മെട്രിക്സ് ആയിരുന്ന k1 k2 k3 എടുക്കണമായിരുന്നു. ദിസ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ഈ 0 ആണ് കൊടുക്കേണ്ടത്. ഇത്രയും എഴുതിയത് മനസ്സിലായോ? ഓക്കെ, സോ ദിസ് ഇംപ്ലൈസ്, ഇനി എന്താ പറഞ്ഞേ? -2 4 -1 2 ഇൻറ്റു k1 k2 ഈക്വൽ ടു 0 0. ഓക്കെ, ഇത് സോൾവ് ചെയ്യണമെങ്കിൽ ഇനി എന്ത് ചെയ്യണം? റോ ട്രാൻസ്ഫോർമേഷൻസ് ഉപയോഗിച്ച് ഇതിനെ സോൾവ് ചെയ്യണം. അങ്ങനെയല്ലേ? ആണോ? അപ്പൊ അതിനെന്താ ചെയ്യണ്ടേ? കൺസിഡർ, നമുക്ക് ഈ മെട്രിക്സ് മാത്രം എടുക്കാം. കൺസിഡർ -2 4 -1 2 ഈ മെട്രിക്സ് എടുക്കാം. ഇതിനെ റോ ഓപ്പറേഷൻ പ്രകാരം എങ്ങനെയാ റെഡ്യൂസ് ചെയ്യണ്ടേ? എന്തൊക്കെ കാര്യങ്ങളാ വേണ്ടേ? റോ ഓപ്പറേഷൻസ്. അപ്പൊ അത് പറയാണ്ട് ശരിക്കും പറഞ്ഞ ഇവിടെ പറയാൻ പറ്റില്ലായിരുന്നു. റോ ഓപ്പറേഷൻസ് പ്രകാരം ഇതിനെ എങ്ങനെ മാറ്റാനാ ശ്രമിക്കണ്ടേ?
ഇത് ഞാനാണോ റോ ഓപ്പറേഷൻസ് നിങ്ങളെ പഠിപ്പിച്ചത്? നവീൻ സാറാണ് അല്ലേ? അതോ ഞാനാണോ? നിങ്ങൾക്കറിയില്ല. റാങ്ക് കണ്ടുപിടിക്കാനൊക്കെ പഠിപ്പിച്ചത് ആരാന്നാ? നവീൻ സാറ്. അപ്പൊ ഓക്കെ, ഇവിടെ നമുക്ക് ചെയ്യേണ്ട ഓപ്പറേഷൻ എന്തൊക്കെയാണെന്നൊന്ന് ഞാൻ പറയാൻ പോവാണ്, ശ്രദ്ധിച്ചോളുക. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് എന്ന് പറഞ്ഞത് ഈ എലമെന്റ് ഇതിനെ 1 ആക്കണം. ആ 1 ആക്കിയ എലമെന്റിന്റെ താഴെ അതിന്റെ കോളത്തിലെ എലമെന്റ്സിനെയൊക്കെ 0 ആക്കണം. അതുപോലെ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓരോ റോയിലെയും ഫസ്റ്റ് നോൺ സീറോ എലമെന്റിനെ 1 ആക്കണം. ആ 1 ആക്കുന്ന റോയിലെ ബാക്കി എലമെന്റ്സിനെ എല്ലാം വേണമെന്നില്ല, 1ന്റെ താഴേക്ക് വരുന്ന എലമെന്റ്സിനെ ഒക്കെ 0 ആക്കണം. ഈ ഓപ്പറേഷൻസ് ഇതാണ് ചെയ്യേണ്ടത് യൂസിങ് റോ ട്രാൻസ്ഫോർമേഷൻ. 1-2 പ്രോബ്ലംസ് ഞാൻ പറയാം, അത് വെച്ച് നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പിന്നീട് ചോദിച്ചോളണം. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ, ഓരോ റോയിലെയും ഫസ്റ്റ് നോൺ സീറോ എലമെന്റിനെ 1 ആക്കണം എന്ന് പറഞ്ഞാൽ ഈ -2 വന്നേക്കുന്ന എലമെന്റിനെ 1 ആക്കണം. അതിനുവേണ്ടി എന്ത് ചേഞ്ചാ കൊടുക്കണ്ടേ? ഫസ്റ്റ് റോയിലാണ് R1 ചേഞ്ചസ് ടു R1 ഡിവൈഡഡ് ബൈ -2 എന്ന് ഞാൻ കൊടുക്കും. ഓക്കെ, അപ്പൊ എന്ത് കിട്ടും? 1 -2 ആണോ? സെക്കൻഡ് റോയ്ക്ക് ചേഞ്ച് ഒന്നും ഞാൻ വരുത്തിയിട്ടില്ല. ഇങ്ങനെ വരും. സംശയമുണ്ടോ? ഇല്ല സർ, ക്ലിയർ. ഇത് ക്ലിയർ അല്ലേ? ഇനി അടുത്ത് എന്താ ചെയ്യണ്ടേ? ഇതാണ് നമ്മൾ 1 ആക്കിയത്, അതിന്റെ കോളത്തിലെ ബാക്കി എലമെന്റ്സിനെ 0 ആക്കണം. എന്ന് പറഞ്ഞാൽ അതിന്റെ കോളത്തിലുള്ളത് ഇതാണ്. ഇതിനെ 0 ആക്കാൻ എന്ത് ഓപ്പറേഷനാ ചെയ്യണ്ടേ? +1 എന്ന് ചുമ്മാ പറയാൻ പറ്റില്ല. റോ 1 ഉപയോഗിച്ച് വേണം ചെയ്യാൻ. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? R2 എന്ത് ചേഞ്ച് കൊടുക്കണം? R2 പ്ലസ് R1. ഇപ്പൊ ഫസ്റ്റ് റോയ്ക്ക് ചേഞ്ച് ഇല്ല, അത് അങ്ങനെ തന്നെ ഞാൻ എഴുതി. സെക്കൻഡ് റോയ്ക്ക് ചേഞ്ച് ഉണ്ട്, അതെങ്ങനെയാ? എന്താ ചേഞ്ച്? ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും കൂടെ ആഡ് ചെയ്യലാണ്. ഇപ്പൊ 1ഉം -1ഉം കൂടെ കറസ്പോണ്ടിങ് എലമെന്റ്സ് ആണ് ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് 1 + -1 വന്നാൽ 0 ആണ്, -2 + 2 വന്നാൽ 0 ആണ്. ഇനി ഒന്നും ചെയ്യാനില്ല, കഴിഞ്ഞു. നമുക്ക് ഇത്രയും വലിയ മെട്രിക്സ് ആയിരുന്നെങ്കിൽ വീണ്ടും ഈ ഓപ്പറേഷൻസ് റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നില്ല. നമുക്ക് 3x3 മെട്രിക്സിന്റെ എക്സാമ്പിൾ പറയുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആവും. ഓക്കെ, അപ്പൊ ഇങ്ങനെ റോ ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഈ മെട്രിക്സിന്റെ റാങ്ക് എത്രയായിരിക്കും? ദിസ് ഇംപ്ലൈസ് റാങ്ക് ഓഫ് ദ മെട്രിക്സ് എന്താ? 1 ആയിരിക്കും, കാരണം ഒരു റോയേ ഉള്ളൂ. റാങ്ക് ഓഫ് ദ മെട്രിക്സ് ഈസ് 1. നമുക്കിവിടെ എത്ര വേരിയബിൾസ് ഉണ്ട്? നമ്മുടെ വെക്ടറിന്റെ അകത്ത് എത്ര വേരിയബിൾസ് വരുന്നുണ്ടായിരുന്നു? K1 ഉം K2 അല്ലായിരുന്നോ? നമ്പർ ഓഫ് വേരിയബിൾസ് ഇൻ K ആണ് ഉദ്ദേശിക്കുന്നത്, ഈസ് 2. implies we can assume an arbitrary value for എത്ര വേരിയബിളിന് ആർബിട്രറി വാല്യൂ എടുക്കാൻ പറ്റും? നിങ്ങളോട് ഇങ്ങനെയാണോ പഠിപ്പിച്ചേക്കുന്നത് അതോ ഡയറക്റ്റ് നിങ്ങൾക്ക് ചെയ്യാനാണ്? എങ്ങനെ നിങ്ങൾ ഇത് പഠിപ്പിച്ചേക്കുന്നത്? ഇങ്ങനെ റോ ട്രാൻസ്ഫോർമേഷൻ വെച്ച് തന്നെയല്ലേ പഠിപ്പിച്ചേക്കുന്നേ? അതെ, അപ്പൊ ഇങ്ങനെ തന്നെ പോയാൽ മതി. സോ ഇവിടെ ശ്രദ്ധിച്ചാൽ മതി. ഞാൻ ഒന്ന് നെക്സ്റ്റ് എക്സാമ്പിളും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടി ഒരു കൺക്ലൂഷൻ കൊടുക്കാം. ആർബിട്രറി വാല്യൂ 2, ഇവിടെ ഈ നമ്പർ ഓഫ് വേരിയബിൾസ് വന്നത് 2 ആണ്, റാങ്ക് വന്നത് 1 ആണ്, ഈക്വൽ ടു 1 വേരിയബിൾ. ഒരു വേരിയബിളിന് നമുക്ക് ആർബിട്രറി വാല്യൂ ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, കൂടാതെ ഓൾസോ നമ്മൾ ആ തന്നിരുന്ന ഇവിടെ ഇതായിരുന്നു ഇക്വേഷൻ ഉണ്ടായിരുന്നേ. ഈ ഇക്വേഷൻ ഉണ്ടല്ലോ, ഞാൻ ഈ മാർക്ക് ചെയ്ത് നിർത്തിയേക്കുന്ന ഈ ഇക്വേഷൻ ഉണ്ടല്ലോ, ഇതിൻ്റെ അകത്ത് ഈ മെട്രിക്സിന് പകരം ഇപ്പൊ കിട്ടിയ മെട്രിക്സ് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പൊ കിട്ടിയ മെട്രിക്സ് ഏതായിരുന്നു? ഇപ്പൊ കിട്ടിയ മെട്രിക്സ് 1 1 -2 0 0 എന്നുള്ളതാണ്. അപ്പൊ ആ മെട്രിക്സ് നമുക്ക് ഇവിടെ ഉപയോഗിച്ച ഇക്വേഷനെ മാറ്റി എഴുതാം. 1 -2 0 0 into K1 K2 ഈക്വൽ ടു 0 0. എന്താ ഞാൻ പറഞ്ഞതെന്ന് മനസ്സിലായോ? നമ്മൾ നേരത്തെ ഇവിടെ എഴുതിയിരുന്ന ഈ മെട്രിക്സിൽ ഇതിനെ എന്താ പറയുക, ഞാനിപ്പോ ഈ കളർ ചെയ്ത് കാണിക്കുന്ന ഈ മെട്രിക്സ് ഇതിനെ എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ റോ ട്രാൻസ്ഫോർമേഷൻസ് ചെയ്തത്.
ക്ലിയർ ആണോ? ഓക്കെ. അപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ഈ റോ ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് കിട്ടിയ മെട്രിക്സ് ഉപയോഗിച്ച് ഇവിടെ എഴുതിയാലും ഇക്വേഷൻ്റെ അകത്ത് വ്യത്യാസം വരില്ല എന്ന് തിയറി ഉണ്ട്. നമ്മൾ ആ തിയറിയിലേക്കൊന്നും പോകുന്നില്ല. സോ അത് ഉപയോഗിച്ചുകൊണ്ട് അപ്പൊ നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും? നമ്മളുടെ ഈ ഇക്വേഷനെ നമ്മൾ ആ മെട്രിക്സ് ഉപയോഗിച്ച് മാറ്റി എഴുതുകയാണ്. അപ്പോൾ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും? ദിസ് ഇംപ്ലൈസ് നമ്മുടെ ഇക്വേഷൻ എന്തായിരിക്കും? k1 minus 2k2 equal to 0 implies k1 equal to 2k2. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വേരിയബിളിന് ആർബിട്രറി ആയിട്ടുള്ള വാല്യൂ എടുക്കാൻ പറ്റൂന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഒരു ആർബിട്രറി ആയിട്ടുള്ള വാല്യൂ ആർക്ക് ചൂസ് ചെയ്യുന്നു? പുട്ട് k2 equal to 1 എന്ന് എടുത്തു. ഇംപ്ലൈസ് k1ന്റെ വാല്യൂ എന്തായിട്ട് നമുക്ക് എടുക്കാം? 2. ഇംപ്ലൈസ് the eigenvector k equal to അതിനെയാണ് നമ്മൾ k1 k2 എന്ന് വിളിച്ചിരുന്നത്. ഈക്വൽ ടു എന്തെന്ന് കിട്ടും? k1ന്റെ വാല്യൂ 2, k2ന്റെ വാല്യൂ 1. ഇതായിരിക്കും eigen വെക്ടർ വരിക. eigen വെക്ടർ corresponding to lambda equal to 5. ഇതിപ്പോ ഇവിടെ നിൽക്കട്ടെ. ഞാൻ മറ്റൊരു ക്വസ്റ്റ്യനും കൂടി എഴുതുകയാണ്. അതും കൂടെ കഴിഞ്ഞേച്ച് നമുക്ക് എന്തെങ്കിലും ഫർദർ ഡിസ്കഷൻ ആവശ്യമുണ്ടെങ്കിൽ, ഇനി ഈ ഒരു ക്വസ്റ്റ്യനും കൂടെ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ലാസ്റ്റ് പ്രോബ്ലം ആണ് ഫൈൻഡ് ദി eigen values ആൻഡ് eigen vectors ഓഫ് ഫൈൻഡ് ദി eigen values ആൻഡ് eigen vectors ഓഫ് the matrix 1 2 1 6 minus 1 0 minus 1 minus 2 minus 1. ഓക്കെ, ഒരു 3x3 മെട്രിക്സ് തന്നിരിക്കുന്നു. ഇതിന്റെ eigen വാല്യൂസും eigen വെക്ടേഴ്സും കണ്ടുപിടിക്കണം. നമുക്ക് കഴിഞ്ഞ പ്രോബ്ലം വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആയിരുന്നു എന്നുള്ളത് കൊണ്ട് എല്ലാ കൺസെപ്റ്റുകളും ആ ഒരു പ്രോബ്ലം വെച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ ആകുമ്പോഴേക്കും നമുക്ക് ഏകദേശം നമ്മളുടെ അതിന്റെ ഐഡിയാസ് കംപ്ലീറ്റ് ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇത് ചെയ്യാനായിട്ട് എങ്ങനെ തുടങ്ങണമെന്നാണ് ഞാൻ കഴിഞ്ഞ പ്രോബ്ലം ഡിസ്കഷനിൽ പറഞ്ഞത്. The characteristic equation is given by എങ്ങനെ എഴുതണം? ഡിറ്റർമിനന്റ് a മൈനസ് ലാംഡ i ഈക്വൽ ടു 0. ഓക്കെ, ഏത് പ്രോബ്ലവും ഇതുപോലെയുള്ളത് ചോദിച്ചാൽ ഇങ്ങനെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ദിസ് ഇംപ്ലൈസ് ഡിറ്റർമിനന്റ് 1 മൈനസ് ലാംഡ 2 1 6 മൈനസ് 1 മൈനസ് ലാംഡ 0 മൈനസ് 1 minus 2 minus 1 minus lambda equal to 0. ഈ എഴുതിയതിൻ്റെ അത് സംശയമില്ലല്ലോ. ഇത് ക്ലിയർ ആണോ? ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇത് 3x3 ഡിറ്റർമിനന്റ് ആണ്. ഇനി എക്സ്പാൻഡ് ചെയ്യണം. ഇംപ്ലൈസ് അപ്പൊ എന്താ പറയണേ? 1 മൈനസ് ലാംഡ ഇൻറ്റു ഈ 1 മൈനസ് ലാംഡ വരുന്ന റോയും കോളവും റിമൂവ് ചെയ്തിട്ട് ബാക്കിയുള്ളത് എടുക്കണം അല്ലേ? അപ്പൊ എന്താ പറയണേ? -1 മൈനസ് ലാംഡ 0 -2 -1 മൈനസ് ലാംഡ -2 ഇൻറ്റു ഡിറ്റർമിനന്റ്. അപ്പൊ ഈ 2 ആണ്. ഈ 2 വരുന്ന റോയും കോളവും റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ 6 0 -1 -1 മൈനസ് ലാംഡ പ്ലസ് 1 ഇൻറ്റു ഡിറ്റർമിനന്റ് 6 -1 minus lambda -1 -2. This is equal to 0. എക്സ്പാൻഷൻ സംശയമില്ലല്ലോ. എന്തെങ്കിലും നിങ്ങൾക്ക് വേറൊരു കാര്യം ഓർക്കുക, ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും കാര്യം ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചോദിച്ചോളണം. വേറെ ആരും കേൾക്കുന്നതിനൊന്നും വിചാരിക്കണ്ട. നമ്മൾ റിവിഷൻ ചെയ്യുന്നതാണ്. എല്ലാവർക്കും എല്ലാം ഒരുപോലെ അറിയണമെന്നില്ല. നിങ്ങൾക്ക് ഏത് ലെവൽ വരെ അറിയാം എന്ന് എനിക്ക് അറിയില്ലാത്തതുകൊണ്ടുള്ളൊരു കൺഫ്യൂഷൻ ഇവിടെ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും എന്ത് സംശയം വന്നാൽ അപ്പൊ ചോദിച്ചോളാം കേട്ടല്ലോ. സോ ദിസ് ഇംപ്ലൈസ് 1 മൈനസ് ലാംഡ ഇൻറ്റു ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ
-1 minus lambda the whole square minus 0 minus 2 into 6 into -1 minus lambda minus 0 plus 1 into minus 12 minus minus plus into -1 minus lambda equal to 0. So this implies 1 minus lambda into ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താ പറയണേ? ഇതെല്ലാവരും തെറ്റിക്കാൻ സാധ്യതയുള്ളൊരു ടേമാണ്. ഇതിന്റെ എക്സ്പാൻഷൻ തെറ്റിക്കാണ്ട് പറയണം. ഇത് ശരിക്കും പറഞ്ഞാൽ -1 മൈനസ് ലാംഡ എന്ന് പറയുന്നതിനെ -1 into 1 plus ലാംഡ എന്ന് എഴുതാം. അപ്പൊ ഇതിന്റെ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നതിനെ ഇതിന്റെ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. എന്ന് വെച്ചാൽ -1ന്റെ സ്ക്വയർ ഇൻറ്റു 1 plus ലാംഡയുടെ സ്ക്വയർ എന്ന് എഴുതാം. അങ്ങനെ എഴുതിയില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ തെറ്റിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അവിടെ സൈഡിൽ പറഞ്ഞത്. അപ്പൊ ഞാനിവിടെ എഴുതുകയാണ് 1 plus 2 ലാംഡ plus ലാംഡ സ്ക്വയർ minus 2 into -6 minus 6 lambda plus 1 into -12 minus 1 minus lambda equal to 0. Implies ഇതിനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. അപ്പോൾ ആദ്യം 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് 1 plus 2 lambda plus lambda സ്ക്വയർ മൈനസ് ലാംഡ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണേ മൈനസ് ലാംഡ മൈനസ് 2 lambda മൈനസ് ലാംഡ ക്യൂബ് പിന്നെ ഇതാണെങ്കിൽ +12 ലാംഡ -13 മൈനസ് ലാംഡ ഈക്വൽ ടു 0 എന്ന് വരും. ഓക്കെ, സോ ഇനി നോക്കിക്കേ, ലാംഡ ക്യൂബിന്റെ ഒരേ ഒരു ടേം മാത്രമേ ഉള്ളൂ. അതിനെ ഞാൻ ഇവിടെ എടുത്തെഴുതി. ദിസ് ഇംപ്ലൈസ് മൈനസ് ലാംഡ ക്യൂബ്. ഇനി ലാംഡ സ്ക്വയറിന്റെ ഏതൊക്കെ ടേമുകൾ ഉണ്ടെന്ന് നോക്കിക്കേ. ഇവിടെ ഒരു ലാംഡ സ്ക്വയർ ഉണ്ട്, അത് മാത്രമല്ലേ ഉള്ളൂ, വേറെ ഇല്ല. ഞാൻ എഴുതി തെറ്റിയോ? തെറ്റിയിട്ടുണ്ടല്ലോ. മൈനസ് ലാംഡ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് 1 plus 2 ലാംഡ പ്ലസ് ലാംഡ സ്ക്വയർ മൈനസ് ലാംഡ മൈനസ് 2 ലാംഡ സ്ക്വയർ എന്നായിരുന്നു ഇത്. അല്ലേ? നിങ്ങൾ ഇത് പറഞ്ഞില്ലല്ലോ എന്നോട്, ശരിയല്ലേ? ഞാൻ പറയണത് നിങ്ങൾ കേൾക്കണില്ലേ? ഞാൻ പറയണത് കേൾക്കണുണ്ടോ? കേൾക്കണുണ്ട്. പിന്നെന്താ ഞാൻ തെറ്റെഴുതിയത് നിങ്ങൾ കാണാത്തെ? അതെഴുതി വരുന്നുണ്ടായിരുന്നുള്ളൂ ഇക്വേഷൻ. ഓക്കെ, അപ്പൊ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എത്ര വരും? പ്ലസ് ലാംഡ സ്ക്വയർ മൈനസ് 2 ലാംഡ സ്ക്വയർ വരുമ്പോൾ മൈനസ് ലാംഡ സ്ക്വയർ മൈനസ് ലാംഡ സ്ക്വയർ. പിന്നെ ലാംഡയുടെ ടൈംസ് ഏതൊക്കെയുള്ളേ? ഒരു 2 ലാംഡ ഇവിടെ ഉണ്ട്, ഒരു മൈനസ് ലാംഡ ഉണ്ട്, പ്ലസ് 12 ലാംഡ ഉണ്ട്, ഒരു മൈനസ് ലാംഡ ഉണ്ട്. അപ്പോൾ പ്ലസ് 2 ലാംഡ മൈനസ് ലാംഡ മൈനസ് ലാംഡ ക്യാൻസൽ ആയി പോകും. ബാക്കി പിന്നെ എന്താ ഉള്ളത്? പ്ലസ് 12 ലാംഡ. പിന്നെയോ കോൺസ്റ്റന്റ് ടൈംസ് ഏതൊക്കെയുണ്ട്? 1 പ്ലസ് 12. അപ്പൊ 13 മൈനസ് 13. അപ്പൊ അത് ക്യാൻസൽ ആയി പോകും. അപ്പൊ ദിസ് ഈസ് ഈക്വൽ ടു 0 ഇങ്ങനെ വരും. കിട്ടിയേക്കുന്നത് ശരിയാണോ എന്ന് ഞാൻ നോക്കിക്കോട്ടെ. മൈനസ് ലാംഡ ക്യൂബ് മൈനസ് ലാംഡ സ്ക്വയർ പ്ലസ് 12 ലാംഡ ഈക്വൽ ടു 0 ശരിയാണ്. സോ ദിസ് ഇംപ്ലൈസ് ഒരു മൈനസ് വെച്ച് ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ലാംഡ ക്യൂബ് പ്ലസ് ലാംഡ സ്ക്വയർ മൈനസ് 12 ലാംഡ ഈക്വൽ ടു 0 ഈസ് ദി, ഇതാണ് എന്ത്? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഓക്കെ, ഇത് മനസ്സിലായോ? മുന്നോട്ട് പോട്ടെ. ഇനി ഇതിന്റെ ഫാക്ടറൈസേഷൻ വേണം. ഇതും എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിപ്പോയി. ഇതിന്റെ ഫാക്ടറൈസേഷൻ വളരെ ഈസിയാ. എന്ത് ചെയ്താൽ മതി? ആരെങ്കിലും കോമൺ ആയിട്ട് നിർത്താൻ പറ്റുമോ?
സർ ലാംഡേനെ കോമൺ ആയിട്ട് നിർത്താം. ലാംഡേനെ കോമൺ ആയിട്ട് നിർത്തിയാൽ പിന്നെ എന്താ ഉള്ളത്? ലാംഡ സ്ക്വയർ പ്ലസ് ലാംഡ മൈനസ് 12 ഈക്വൽ ടു 0. ഇതിനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമല്ലോ. ആഡ് ചെയ്യുമ്പോൾ 1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -12. നമ്പേഴ്സ് പറഞ്ഞേ. ആഡ് ചെയ്യുമ്പോൾ 1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -12. 4 - 3. അപ്പൊ ലാംഡ -3 ഇൻറ്റു ലാംഡ പ്ലസ് 4 ഈക്വൽ ടു 0. അപ്പൊ ഏതൊക്കെയായിരിക്കും eigen വാല്യൂസ് വരണേ? ഇങ്ങനെ വന്നാൽ ഇതിന്റെ മീനിങ് ഒന്നെങ്കിൽ ലാംഡ ഈക്വൽ ടു 0 വരാം, അല്ലെങ്കിൽ ലാംഡ -3 ഈക്വൽ ടു 0 വരാം, അല്ലെങ്കിൽ ലാംഡ പ്ലസ് 4 ഈക്വൽ ടു 0 വരാം. ഇതല്ലേ ഈ ഒരു പ്രോഡക്റ്റ് ഈക്വൽ ടു 0 എന്നാൽ അതിന്റെ മീനിങ്. ദാറ്റ് മീൻസ് ലാംഡ ഈക്വൽ ടു 0, 3 - 4. ഇതായിരിക്കും ആർ ദി eigen values. eigen values അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ്. ഇത് മനസ്സിലായോ? മനസ്സിലായി സർ. ഇനി അടുത്ത എന്താ ചെയ്യണ്ടേ? eigen vector to find the eigen vector. Okay, eigen vector കണ്ടുപിടിക്കണം. The eigen vectors are given by solving. ഏതിനെ സോൾവ് ചെയ്യേണ്ടതെന്നാ ഞാൻ പറഞ്ഞേ? സോൾവിങ് a minus lambda I into k equal to 0 ആണ്. ഓക്കെ, ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാണ് ചെയ്യേണ്ടത്. ആദ്യമായി നമുക്ക് ഏത് കേസ് എടുക്കണം? കൺസിഡർ ഏതൊക്കെയാ നമുക്ക് ലാംഡയ്ക്ക് വാല്യൂ വന്നിരിക്കുന്നത്? 0, 3, -4 അല്ലേ വന്നിരിക്കുന്നത്. ഓക്കെ, സോ ആദ്യം നമുക്ക് ലാംഡ ഈക്വൽ ടു 0 എന്ന് എടുക്കാം. കൺസിഡർ ലാംഡ ഈക്വൽ ടു 0 implies the equation is given by equation to solve is given by a minus 0i into x, sorry, not x, into k equal to 0 implies a എന്തായിരുന്നു നമുക്ക് തന്നിരുന്ന മെട്രിക്സ്? ഈ മെട്രിക്സ് ആയിരുന്നു നമുക്ക് a തന്നിരുന്നത്. സോ ഞാൻ ഇതിനെ കോപ്പി ചെയ്തെടുക്കുകയാണ്. ഇത് മൈനസ്, അപ്പൊ ഇതാണ് എ. അപ്പൊ a -0i എന്നാണെങ്കിൽ ഡയഗണലിൽ നിന്നൊക്കെ നമുക്ക് 0 മൈനസ് ചെയ്യണം. 0 ആയതുകൊണ്ട് പിന്നെ നമ്മൾ പ്രത്യേകിച്ചൊന്നും വ്യത്യാസം വരുന്നില്ല. ഇതേ ഇൻറ്റു കെ എന്ന് പറഞ്ഞ് ഇവിടെ എന്ത് ചൂസ് ചെയ്യണം? k1, k2, k3 ചൂസ് ചെയ്യണം. ഈക്വൽ ടു 0, 0, 0. ഇത് മനസ്സിലായോ ഞാൻ എഴുതിയത്? ഇംപ്ലൈസ്, അപ്പൊ എന്താ എഴുതണ്ടേ? 1, 2, 1, 6 - 1, 0, -1, -2, -1 into k1, k2, k3 ഈക്വൽ ടു 0, 0, 0. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഈ മെട്രിക്സിനെ എടുക്കണം. കൺസിഡർ 1, 2, 1, 6 - 1, 0, -1, -2, -1. ഈ മെട്രിക്സ് എടുക്കുക. ആദ്യമേ ചെയ്യേണ്ട കാര്യം എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞ, ഓരോ റോയിലെയും ഫസ്റ്റ് നോൺ സീറോ എലമെന്റിനെ 1 ആക്കണം. അപ്പൊ ഇവിടെ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് അത് 1 ആണ്. അപ്പൊ അവിടെ ചേഞ്ച് വേണ്ട. പിന്നെയോ അതിന്റെ കോളത്തിലെ ബാക്കി എലമെന്റ്സിനെ, ആ 1ന്റെ താഴെയുള്ള എലമെന്റ്സിനെ എന്ന് പറഞ്ഞാൽ ഈ 2 എലമെന്റ്സിനെ മെയിൻ ആയിട്ട് എന്താക്കണം? 0. അപ്പൊ എന്ത് ഓപ്പറേഷനാ ചെയ്യേണ്ട? അതിനെ 0 ആക്കണമെങ്കിൽ സോ ഇതിനോട് ഈക്വലന്റ് എന്നാണ് കാണിക്കേണ്ടത്. ഈക്വൽ ടു കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു എന്താ പറയാ, ഈ ഒരു സിമ്പിൾ ആണ് ഉപയോഗിക്കുന്നത്. എന്തൊക്കെ ചേഞ്ചസ് ആ വരുത്തണ്ടേ? ഫസ്റ്റ് റോയ്ക്ക് ചേഞ്ച് ഇല്ല. അപ്പൊ R1 ഒന്നും പറയണ്ട. R2 എന്ത് ചേഞ്ച് വരുത്തണം?
R2 minus R2 minus 6R1. അതുപോലെ R3ക്കും പറയാലോ. R3ക്ക് എന്ത് ചേഞ്ച് കൊടുക്കണ്ടേ? R3 plus R1. R3 plus R1. അപ്പൊ എന്ത് വരും? ഫസ്റ്റ് റോയ്ക്ക് ചേഞ്ച് ഇല്ല, അങ്ങനെ തന്നെ എഴുതി. പിന്നെയോ സെക്കൻഡ് റോയുടെ ചേഞ്ച് എന്താ? ഓരോ സെക്കൻഡ് റോയിലെ ഓരോ എലമെന്റിൽ നിന്നും ഫസ്റ്റ് റോയിലെ എലമെന്റിനെ 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ എന്ത് വരും? ഫസ്റ്റ് റോയിലെ എലമെന്റിനെ 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന എലമെന്റ്സ് ഏതാ? 6, 12, 6 ആണ്. സെക്കൻഡ് റോയിലെ എലമെന്റ്സ് ഏതൊക്കെയാണ്? 6 മൈനസ് 1 0 ആണ്. ശരിയല്ലേ? ഓക്കെ. അപ്പൊ ഞാൻ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 6 മൈനസ് 6 അതെന്താ? 0. മൈനസ് 1 മൈനസ് 12 അപ്പൊ എന്ത് വരും? 0 മൈനസ് 6. അതുപോലെ മൂന്നാമത്തെ റോയുടെ ചേഞ്ച് പറഞ്ഞേക്കുന്നത് R3 ചേഞ്ചസ് വിത്ത് R3 പ്ലസ് R1 ആണ്. അപ്പൊ എങ്ങനെ എഴുതേണ്ട വരും? വണ്ണും മൈനസ് 1 കൂടെ ആഡ് ചെയ്യണം, അത് 0. 2 മൈനസ് 2 കൂടെ ആഡ് ചെയ്യണം, അത് 0. 1 മൈനസ് 1 കൂടെ ആഡ് ചെയ്യണം, അത് 0. ഇത് മനസ്സിലായോ? ഇത് കിട്ടിയോ? കിട്ടി സർ. ഇനി എന്താ അടുത്ത് ചെയ്യണ്ടേ? ഫസ്റ്റ് റോയുടെ പണി കഴിഞ്ഞു. ഇനി സെക്കൻഡ് റോയിലേക്ക് വരണം. സെക്കൻഡ് റോയിലെ ആദ്യത്തെ നോൺ സീറോ എലമെന്റിനെ 1 ആക്കണം. എന്ന് പറഞ്ഞാൽ ആരെയെ 1 ആക്കണ്ടേ? ആരെയെ 1 ആക്കണ്ടേ? അതിനെന്ത് ചെയ്യേണ്ട വരും? ഇപ്പൊ R2 ചേഞ്ചസ് വിത്ത് R2 ഡിവൈഡഡ് ബൈ മൈനസ് 13 എന്ന് കൊടുക്കണം. ഇപ്പൊ ഫസ്റ്റ് റോയ്ക്ക് ചേഞ്ച് ഇല്ല, 1 2 1. സെക്കൻഡ് റോയുടെ ചേഞ്ച് എന്താ? അപ്പൊ 0 1 6/13. ഇവിടെയും ചേഞ്ച് ഇല്ല. ഇനി എന്താ അടുത്ത് ചെയ്യണ്ടേ? ഇപ്പൊ നമ്മൾ 1 ആക്കിയ എലമെന്റ് ഉണ്ടല്ലോ, ഏതാ എലമെന്റ്? ഈ എലമെന്റ് നമ്മളിപ്പോ 1 ആക്കിയത്. ആ എലമെന്റിന്റെ കോളത്തിലെ എലമെന്റ്സിനെ എല്ലാം 0 ആക്കണം. അല്ലെങ്കിൽ ആ എലമെന്റ് താഴെ ഉള്ളത് മാത്രമായാലും മതി. ഏത് വെച്ചാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തേക്കുന്നത് എനിക്ക് ഓർമ്മയില്ല. എങ്ങനെയാ മുന്നോട്ട് പോകണ്ടേ? നിങ്ങൾ പറഞ്ഞോ. അതിന്റെ കോളത്തിലെ എല്ലാ എലമെന്റിനെയും 0 ആക്കുകയാണെന്ന് നമുക്ക് വിചാരിക്കാം. അതല്ലേ അതായിരിക്കും കുറച്ചും കൂടി എളുപ്പമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണോ നിങ്ങളെ പഠിപ്പിച്ചേക്കുന്നേ? നിങ്ങൾ പറയൂ. നിങ്ങൾക്കൊരു ഓർമ്മയില്ല? രണ്ടും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഞാൻ ഇങ്ങനെ ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അതിന്റെ കോളത്തിലെ എല്ലാ എലമെന്റിനെയും 0 ആക്കണം. അതിന്റെ കോളത്തിൽ വരുന്ന 2 എലമെന്റ്സ്, ഒന്ന് ഇവിടെ 0 ആണ്, അപ്പൊ അതിനൊന്നും ചെയ്യണ്ട. പിന്നെ ഇവിടെ ഒരു 2 ഉണ്ട്, ഇതിനെ 0 ആക്കണം. ഇതിനെ 0 ആക്കണമെങ്കിൽ എന്തോ ഓപ്പറേഷനാ ചെയ്യണ്ടേ? ഫസ്റ്റ് റോയിലെ എലമെന്റിനാ ചേഞ്ച് വരേണ്ടത്. സോ R1 ചേഞ്ചസ് വിത്ത് R1 എന്ത് ചെയ്യണം? ഈ പൊസിഷനില് 2 ആണ്, അപ്പൊ 1 ഉള്ളത് വെച്ചാൽ 0 ആക്കണ്ടേ. അപ്പം R1 മൈനസ് 2 R2 എടുത്താൽ മതി. ഓക്കെ. സെക്കൻഡ് റോയിലെ 1 ഉപയോഗിച്ചാണ് നമ്മൾ 0 ആക്കുന്നത് എന്നുള്ള ഒരു പ്രൊസീജിയറാണ് ഇവിടെ വന്നിരിക്കുന്നത്. 2-3 പ്രോബ്ലം ചെയ്താലേ നിങ്ങൾക്ക് അതിന്റെ ഒരു പ്രൊസീജിയർ വരുള്ളൂ. തിയറി പറയുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത കേസ് പറയുമ്പോഴേക്കും കുറച്ചും കൂടെ നിങ്ങൾക്ക് വേഗം പറയാൻ കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ എന്തായിരിക്കും? ഫസ്റ്റ് റോയ്ക്ക് ചേഞ്ച് വരണം. അപ്പോൾ സെക്കൻഡ് റോയിനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ഫസ്റ്റ് റോയിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് റോയിനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന വാല്യൂസ് ഞാൻ ഇവിടെ എഴുതാം. ഏതാ പറഞ്ഞത്? 0 2 12/13. ഇനി നോക്കിയേ, 1-ൽ നിന്ന് 0 സബ്ട്രാക്ട് ചെയ്താൽ ഈ 1-ൽ നിന്ന് ഈ 0 സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ എന്താ കിട്ടണേ? 1. 2-ൽ നിന്ന് 2 സബ്ട്രാക്ട് ചെയ്താൽ 0.
1ൽ നിന്ന് 12/13 സബ്ട്രാക്ട് ചെയ്താൽ 1 മൈനസ് 12/13 എത്ര വരും? 1നെ 1/1 എന്ന് എടുക്കാം. സോ 13 മൈനസ് 12 ഡിവൈഡഡ് ബൈ 13 അപ്പൊ എത്ര വരും? 1/13. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. 1/13. സെക്കൻഡ് റോയ്ക്ക് ചേഞ്ച് ഇല്ല. സോ 0 1 6/13. തേർഡ് റോയ്ക്കും ചേഞ്ച് ഇല്ല. ഇപ്പൊ നോക്കിക്കേ, നമ്മളുടെ മെട്രിക്സ് നമ്മൾ ഈ ഓപ്പറേഷൻസ് ചെയ്തു പോകേണ്ടത് ഏതുവരെയാന്ന് ചോദിച്ചാൽ ഓരോ റോയിലെയും ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1 ആവണം. ആ 1 കിട്ടിയ കോളത്തിലെ എലമെന്റ്സ് ഒക്കെ 0 ആവണം. ഈ കണ്ടീഷൻ നമ്മുടെ ഇപ്പോഴത്തെ മെട്രിക്സിന് സാറ്റിസ്ഫൈഡ് ആണോ? ഓരോ റോയിലെയും ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1 ആയിരിക്കണം. ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1 ആണ്. സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1 ആണ്. തേർഡ് റോയിലെല്ലാം 0 ആണ്. സോ ആ കണ്ടീഷൻ ഓക്കെ ആണ്. ഇനി ആ 1 കിട്ടിയിരിക്കുന്ന കോളത്തിലെ എലമെന്റ്സ് ഒക്കെ ബാക്കി എലമെന്റ്സ് ഒക്കെ 0 ആയിരിക്കണം. ആ കണ്ടീഷനും ഓക്കെ ആണ്. ശരിയാണോ? ശരിയാണ്. അപ്പൊ ഇത്രയും വരെ ചെയ്താൽ മതി. സോ ഈ മെട്രിക്സിന്റെ റാങ്ക് എത്രയാ? 2. ഇംപ്ലൈസ് റാങ്ക് ഈക്വൽ ടു 2. പിന്നെ നമുക്ക് ഇവിടെ എത്ര വേരിയബിൾസ് ഉണ്ടായിരുന്നു? നമ്പർ ഓഫ് വേരിയബിൾസ് എത്രയായിരുന്നു? 3. K1 K2 K3 വന്നില്ലായിരുന്നു നമുക്ക് ഇവിടെ? 3 ആയിരുന്നു അല്ലേ? അപ്പം റാങ്ക് 2ഉം നമ്പർ ഓഫ് വേരിയബിൾസ് 3ഉം. അപ്പൊ എത്ര വേരിയബിളിന് ആർബിട്രറി വാല്യൂ ചൂസ് ചെയ്യാൻ പറ്റും? വി ക്യാൻ കൺസിഡർ ആർബിട്രറി വാല്യൂ. ഇതിന്റെ ഡിഫറൻസ് ആ 4 3 മൈനസ് 2 ഈക്വൽ ടു 1 വേരിയബിൾ. ഓക്കെ. Now the system, now we have, നമുക്ക് ആ eigen vector കണ്ടുപിടിക്കാനുണ്ടായിരുന്ന സിസ്റ്റത്തിനെ ഈ മെട്രിക്സ് ഉപയോഗിച്ച് എഴുതാമെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പൊ എങ്ങനെയായിരിക്കും എഴുതണ്ടേ? 1 0 1/3 0 1 1/3 അല്ല 1/13 6/13 0 0 0 into K1 K2 K3 equal to 0 0 0. ഇങ്ങനെ എഴുതാൻ പറ്റും. This implies ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻസ് എന്ന് പറഞ്ഞേ. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ എങ്ങനെ വരണേ? K1 plus 1/13 K3 equal to 0. K2 plus 1/13 K3 equal to 0. Implies K1 equal to എങ്ങനെ എഴുതാം? minus 1/13 K3. Okay. K2 equal to sorry രണ്ടാമത്തെ 6/13 ആയിരുന്നു അല്ലേ? മൈനസ് 6/13 K3. അപ്പോൾ ഒരു വേരിയബിളിന് ആർബിട്രറി വാല്യൂ എടുക്കാമെന്നൊരു സ്റ്റെപ്പ് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ഏത് വേരിയബിളിനായിരിക്കും നമ്മൾ വാല്യൂ ചൂസ് ചെയ്യണ്ടേ? ഏതിനെടുക്കുന്ന എളുപ്പം? K3ക്ക്. കാരണം K1ഉം K2 നമ്മൾ K3യുടെ ടൈമിലാണ് എഴുതിയിരിക്കുന്നത്. K3ക്ക് ഏത് വാല്യൂ എടുക്കുന്നതായിരിക്കും നല്ലത്? K3 ഈക്വൽ ടു ഞാൻ പറയും -13 എടുത്തോളാൻ പറയും. ഓക്കെ. ഇംപ്ലൈസ് K1 എന്ത് കിട്ടും? 1 ആൻഡ് K2 എന്ത് കിട്ടും? Thus the eigenvector corresponding to lambda equal to 0, lambda equal to 0ക്ക് corresponding ആണ് നമ്മൾ ചെയ്തു വന്നത്, is given by k equal to K1 K2 K3 equal to എന്ത് കിട്ടുന്ന ഇപ്പൊ നമ്മൾ പറഞ്ഞേ?
1 6 minus 13. ഓക്കെ, ഇത് കിട്ടിയോ? കിട്ടി സർ. ഇനി ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത ഏഗൻ വാല്യൂസ് ഏതൊക്കെ കിട്ടിയിരുന്നത്? ലാംഡ ഈക്വൽ ടു 0 ഉണ്ടായിരുന്നു, പിന്നെ 3 ഉണ്ട്, -4 ഉണ്ട്. അപ്പൊ ഇനി നമുക്ക് ലാംഡ ഈക്വൽ ടു 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ചെയ്യാം. Now to find the eigenvector, അല്ലെങ്കിൽ now lambda equal to 3 implies the equation is എന്താ ചെയ്യണ്ടേ? നമ്മുടെ മെട്രിക്സ് ഇവിടെ നമ്മൾ എടുക്കണം. സോറി, ഇതായിരുന്നു നമുക്ക് തന്നിരുന്ന മെട്രിക്സ്. ഞാൻ നേരത്തെ കോപ്പി ചെയ്ത് വെച്ചിരുന്നതാണ്. ഈ മെട്രിക്സിന്റെ അകത്ത് എന്താ ചെയ്യണ്ടേ? ലാംഡയുടെ വാല്യൂ 3 ആണെങ്കിൽ നമ്മൾ എടുക്കേണ്ട ഇക്വേഷൻ ഏതാ? നമ്മൾ എടുക്കേണ്ട ഇക്വേഷൻ ലാംഡയുടെ വാല്യൂ 3 ആണെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഇക്വേഷൻ a മൈനസ് 3i ഇൻറ്റു കെ ഈക്വൽ ടു 0 എന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ മെട്രിക്സിന്റെ ഡയഗണലിൽ നിന്നൊക്കെ ആരെ മൈനസ് ചെയ്യണം? ഇത് എ എന്നുള്ള മെട്രിക്സ് ആണ് കേട്ടോ, ഞാൻ ഈ കോപ്പി ചെയ്ത് നിർത്തിയിരിക്കുന്നത്. നമ്മുടെ ക്വസ്റ്റിനകത്ത് എഴുതിയിരുന്ന മെട്രിക്സ് ആണ്. അപ്പൊ a മൈനസ് 3i എടുക്കണമെങ്കിൽ അതിന്റെ മെയിൻ ഡയഗണലിൽ നിന്നൊക്കെ 3നെ മൈനസ് ചെയ്യണം. ഇൻറ്റു കെ എന്ന് പറയുന്നത് K1 K2 K3, കാരണം 3/3 മെട്രിക്സ് ആണ്. അപ്പൊ 0 0 0. ഓക്കെ, ഇംപ്ലൈസ് ഇതിനെ നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് എഴുതി എങ്ങനെയാ വരണേ? -2 2 1 6 -4 0 -1 -2 -4 ഇൻറ്റു K1 K2 K3 ഈക്വൽ ടു 0 0 0. ഇത്രയും എഴുതിയത് മനസ്സിലായോ? ഇനി എന്താ അടുത്ത് ചെയ്യണ്ടേ? നിങ്ങൾ പറയണം, ഇനി എന്താ അടുത്ത് ചെയ്യണ്ടേ? ആദ്യത്തെ ഫസ്റ്റ് എലമെന്റ് 1 ആക്കണം. ഇനി നമ്മൾ ഈ മെട്രിക്സ് മാത്രം എടുക്കണം. കൺസിഡർ ഓക്കെ, -2 2 1 6 -4 0 -1 -2 -4 ഈ മെട്രിക്സ് എടുത്തു. ഈ മെട്രിക്സിന്റെ അത് ഇനി എന്ത് ചെയ്യണം? ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റിനെ 1 ആക്കണം, അത് കഴിഞ്ഞ് അതിന്റെ കോളത്തിലെ എലമെന്റിനെ 0 ആക്കണം. ഇതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. എങ്ങനെ 1 ആക്കണം? പറഞ്ഞു. ഇനി നിങ്ങൾ പറയണം, കാരണം നിങ്ങൾ പഠിച്ചില്ലെന്ന് അറിയാൻ വേണ്ടിയാണ്. R1 changes to R1 by -2. R1 changes to R1 by -2 ചെയ്യാം. അല്ലെങ്കിൽ വേണം ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, R1ഉം R3യും കൂടെ ഇന്റർചേഞ്ച് ചെയ്യണം. അപ്പൊ -1 എന്ന് വരും, എന്നിട്ട് അതിനെ മൈനസ് വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഫ്രാക്ഷൻ ഒഴിവാക്കി പോവാം. അത് വേണ്ട അല്ലെ? ഇത് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ പോവാം. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞതാണ്. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് R1 changes to R1 divided by -2. അതിന് പകരം ഞാൻ പറഞ്ഞ R1ഉം R3യും കൂടെ ഇന്റർചേഞ്ച് ചെയ്തിട്ട് പിന്നെ ഒരു മൈനസ് വെച്ച് ഡിവൈഡ് ചെയ്യുന്ന ഓപ്പറേഷൻ വേണമെങ്കിലും ചെയ്യാമെന്നാണ്. ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, ട്രഡീഷണലി തന്നെ പോകുന്നു. ഓക്കെ, സോ 1 -1. യെസ്, പറഞ്ഞോളൂ. സർ, ഒരു ഡൗട്ട് ആണ്. ഈ R1 by 2 R3 ചെയ്താൽ പോസിബിൾ ആവോ? R1 by 2 R3 അങ്ങനെ ചെയ്യില്ല. നമ്മുടെ ഓപ്പറേഷൻസ് ഒന്നെങ്കിൽ ഒരു റോയിനെ ഒരു നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലിക്കേഷൻ ഈക്വലന്റ് ആണ്, അതിന്റെ റെസിപ്രോക്കൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഡിവിഷൻ വന്നോളൂ. അങ്ങനെ ചെയ്യാം. ഒരു റോയിനെ ഒരു നമ്പർ വെച്ച്, നോൺ സീറോ നമ്പർ വെച്ച് ത്രൂ ഔട്ട് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്യാം. രണ്ട് റോകളെ തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യാം. ഒരു റോയുടെ കൂടെ മറ്റൊരു റോയുടെ മൾട്ടിപ്പിൾ കൊണ്ടുപോയി ആഡ് ചെയ്യാം. ഈ 3 ഓപ്പറേഷനെ ചെയ്യാൻ പാടുള്ളൂ. ഇതാണ് എലമെന്ററി റോ ട്രാൻസ്ഫോർമേഷൻസ്.
ഓക്കെ സർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ ആദ്യം എഴുതി. അടുത്തത് 6 -4 0 -1 -2 -4. ഇനി എന്താ അടുത്ത ഓപ്പറേഷൻ വേണ്ടത് പറയൂ. ഇനി ചെയ്യേണ്ട കാര്യം എന്താ? ഫസ്റ്റ് കോളത്തിലെ ബാക്കി 2 എലമെന്റ്സിനെ 0 ആക്കണം അല്ലേ? ആണോ? അപ്പൊ എന്താ ഓപ്പറേഷൻ വേണ്ടേ? R2 ന് എന്ത് ഓപ്പറേഷനാ കൊടുക്കണ്ടേ? R2 changes to R2 minus 6 R1. ഇവിടെ അതുപോലെ R3കോ? R3 changes to R2 R1. ഇവിടെ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഏത് റോയിലെ എലമെന്റിനെ ആണോ നമ്മൾ 1 ആക്കിയത്, അതായത് ഇവിടെ ഇപ്പൊ ഫസ്റ്റ് റോയിലെ എലമെന്റിനെ 1 ആക്കിയത്, ആ റോ ഉപയോഗിച്ച് മാത്രമേ ബാക്കി റോയ്ക്ക് ചേഞ്ച് വരുത്താൻ പാടുള്ളൂ. ഒരു കാരണവശാലും തേർഡ് റോയുടെ ചേഞ്ചിന് വേണ്ടി സെക്കൻഡ് റോയിനെ ഇപ്പോൾ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അങ്ങനെ ചെയ്താൽ ഒരു പക്ഷേ നമ്മുടെ ആൻസർ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. എല്ലായ്പ്പോഴും എല്ലാ രീതിയിലുള്ള ഓപ്പറേഷനും പറ്റില്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ മാത്രം ആലോചിച്ചാൽ മതി. തെറ്റാതിരിക്കാനാണ് ഞാൻ പറയുന്നത്. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ഏത് റോയിലെ എലമെന്റിനെയാണോ 1 ആക്കുന്നത് അത് ഉപയോഗിച്ചിട്ടുള്ള ഓപ്പറേഷൻ മാത്രം ചെയ്യുക. ഓക്കെ, ആ പറഞ്ഞ കാര്യം കിട്ടിയോ? ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഫസ്റ്റ് റോയിനെയാണ് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് റോയ്ക്ക് ഇനി പുതിയ ചേഞ്ച് ഇല്ല, അപ്പോൾ നമ്മൾ അത് അങ്ങനെ തന്നെ എഴുതി 1 -1 -1/2. ഇനി സെക്കൻഡ് റോയിനെ എന്ത് ചെയ്യാനാ പറഞ്ഞേ? ഫസ്റ്റ് റോയിനെ 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്യണം. ഫസ്റ്റ് റോയിനെ 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് എന്താ വരണേ? 6 -6 -3 അല്ലേ? ഫസ്റ്റ് റോയിനെ 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ഇങ്ങനെയല്ലേ വരിക? ആണോ? ഇത് ഈ മെട്രിക്സിന്റെ ആണ് കേട്ടോ, ഈ മെട്രിക്സിന്റെ ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇനി നോക്കിയേ, സെക്കൻഡ് റോയിലെ കറസ്പോണ്ടിങ് എലമെന്റുമായിട്ട് സെക്കൻഡ് റോയിലെ എലമെന്റിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്ത് 6 - 6 0 -4 -6 അപ്പൊ 2 -4 + 6 എന്ന് വരും. 0 -3 അപ്പൊ എന്ത് വരും? ശരിയല്ലേ? ആണോ? ശരിയാണ് സർ. ഓക്കെ, ഇനി അടുത്തെന്താ? ആഡ് ചെയ്യണം അല്ലേ? അപ്പൊ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 0 ഫസ്റ്റ് റോയും തേർഡ് റോയും കൂടെ ആഡ് ചെയ്യാനുണ്ട്. 1 -1 കൂടെ ആഡ് ചെയ്യുമ്പോൾ 0 -1 -2 കൂടെ ആഡ് ചെയ്യുമ്പോൾ -3 -1/2 -4 കൂടെ ആഡ് ചെയ്യണം. -1/2 -4 അപ്പൊ എത്രയാ പറഞ്ഞേ? എത്ര വരും? -9/2 ആണോ? അല്ലേ? അതെ സർ. ഓക്കെ, നിങ്ങൾ യെസ് എന്ന് പറഞ്ഞാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ അപ്പൊ പറഞ്ഞോളണം. ഇനി അടുത്ത എന്താ ചെയ്യണ്ടേ? സെക്കൻഡ് റോയിലെ രണ്ടാമത്തെ എലമെന്റിനെ നിങ്ങൾ സമയം കളയല്ലേ, പറയൂ. 1 ആക്കണം. R2/2. അപ്പൊ ഫസ്റ്റ് റോയ്ക്ക് ചേഞ്ച് ഇല്ല. 1 -1 -1/2 0 1 3/2 0 -3 -9/2. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? അടുത്ത മെട്രിക്സിലേക്ക് പോവാണ്. എന്താ ചെയ്യണ്ടേ? ഫസ്റ്റ് റോയിലും തേർഡ് റോയിലും എല്ലാം ഇതിനെ 0 ആക്കണം. എവിടെയാ നമ്മൾ 1 ആക്കിയിരിക്കുന്നത്? സെക്കൻഡ് റോയിലാണ് 1 ആക്കിയിരിക്കുന്നത്. അപ്പൊ സെക്കൻഡ് റോയിനെ ഉപയോഗിക്കാൻ പാടുള്ളൂ അല്ലേ? അപ്പൊ ഫസ്റ്റ് റോയ്ക്ക് എന്ത് ചേഞ്ചാ കൊടുക്കണ്ടേ? R1 ചേഞ്ചസ് വിത്ത് R1 + R2. അതുപോലെ തേർഡ് റോ R3 ചേഞ്ചസ് വിത്ത് R3 + 3R2.
പറഞ്ഞ മനസ്സിലായല്ലോ? ഇവിടെ നമ്മൾ ഈ ഉപയോഗിക്കുന്നത് സെക്കൻഡ് റോയെ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞത്. ഇത് ക്ലിയർ അല്ലേ? മനസ്സിലായി. ഓക്കെ, അപ്പൊ ഇനി ചേഞ്ചസ് പറഞ്ഞേ. 1 + 0 1, -1 + 1 0, -1/2 + 3/2 എത്ര വരും? (2/2) which is 1. Okay, 0 1 3/2. അടുത്തതോ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരണേ? 0 3 9/2. എന്നിട്ട് ആഡ് ചെയ്ത് നോക്കി, അപ്പൊ എത്രയാ വരണേ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇത്രയും കിട്ടിക്കഴിഞ്ഞ് ഇനി എന്താ പറയണ്ടേ? നമ്മുടെ പ്രൊസീജിയർ കഴിഞ്ഞല്ലോ. തേർഡ് റോയിലെല്ലാം 0 ആയി. അപ്പൊ നമ്മുടെ പ്രൊസീജിയർ കഴിഞ്ഞു. ഇനി എന്താ എഴുതണ്ടേ? റാങ്ക് എത്രയാ? 2 ആണ്. നമ്പർ ഓഫ് വേരിയബിൾസ് നമുക്ക് ഉണ്ടായിരുന്നത് 3 ആണ്. അപ്പോ വി ക്യാൻ അസ്യൂം ആർബിട്രറി വാല്യൂ ഫോർ എത്ര വേരിയബിളിനാ? 1. Arbitrary value for 3 - 2 = 1 variable. Okay. ഇനി എന്ത് ചെയ്യണം? The system becomes, അല്ലെങ്കിൽ now ഇങ്ങനെ എഴുതിയാൽ മതി. 1 0 1 0 1 3/2 0 0 0 into K1 K2 K3 ഈക്വൽ ടു, അതായത് നമ്മുടെ നേരത്തെ ഇക്വേഷന് പകരം സിസ്റ്റത്തിന് പകരം ഇങ്ങനെ എഴുതിയാൽ മതി. ശരിയല്ലേ? ഇംപ്ലൈസ് എന്ത് കിട്ടും? K1 + K3 = 0, K2 + 3/2 K3 = 0. ഇംപ്ലൈസ് K1 = -K3, K2 = 3/2 - 3/2 K3. ഏത് വേരിയബിളിനാ വാല്യൂ എടുക്കണ്ടേ? ഏതിനെടുക്കണ്ടേ? K3. ഏത് വാല്യൂ എടുക്കാം? -2 എന്ന് എടുക്കാം. ഇംപ്ലൈസ് K1 എന്ത് വരും? അല്ലേ? K2 thus the eigenvector corresponding to lambda equal to ഏതായാലും 3 കല്ലേ നമ്മൾ ചെയ്തോണ്ടിരുന്നേ, is given by k equal to K1 K2 K3 equal to എന്ത് കിട്ടും? 2 3 -2. ശരിയാണോ? ഇത് മനസ്സിലായോ? പഠിച്ചോ? ആ, ഇപ്പോ നേരത്തെ K3-നെ 2 ആയിട്ട് എടുത്താലും പ്രശ്നം ഉണ്ടാവോ? ഇല്ല, കുഴപ്പമില്ല. അതായത് ഇതിന്റെ മീനിങ് എന്താണെന്നറിയാവോ? ഇത് 2 3 -2 ഞാൻ കിട്ടിയില്ലേ, ഇതിനെ ഏത് കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ഒക്കെ ഇതിന്റെ സൊല്യൂഷൻ ആയിരിക്കും. അപ്പം നിങ്ങൾ എന്താ പറയാ, K3-നെ 10 എന്ന് എടുക്കുവോ -10 എന്ന് എടുക്കുവോ ഒക്കെ ഒരു കുഴപ്പമില്ല. ഇനി K3 = 1 എന്ന് പറഞ്ഞെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഈ റോ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുമ്പോഴേ ഈ ഫസ്റ്റ് എൻട്രി 1-ന്റെ വാല്യൂ അടിയിൽ 0 ആക്കണം പറഞ്ഞില്ലേ സാറ്? അങ്ങനെ ആക്കാണ്ട് ചെയ്താലും ഉത്തരം ഇത് തന്നെയാണോ കിട്ടുക? അങ്ങനെ ആക്കാണ്ട് ചെയ്താലും ഉത്തരം ഇത് ഇങ്ങനെ തന്നെ കിട്ടും. പക്ഷെ അങ്ങനെ ആക്കാണ്ട് പോയുള്ള കുഴപ്പം എന്താണെന്നറിയാവോ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ഇത് പറഞ്ഞേക്കുന്നത് ശ്രദ്ധിച്ചോളൂ. നമ്മൾ ഇങ്ങനെ ചെയ്തു വന്നു കഴിഞ്ഞപ്പോ നമുക്ക് കിട്ടിയ മെട്രിക്സ് ഇതായിരുന്നു വെച്ചോ. 1 2 3 ഇവിടെ 0 ആക്കി അല്ല, ഇവിടെ 0 അല്ലെന്നല്ലേ പറഞ്ഞേ, 0 ആക്കുന്നില്ല എന്നല്ലേ നമ്മൾ പറഞ്ഞേ. അപ്പൊ 3 4 -1 0 2 7 ഇങ്ങനെ കിട്ടിയെന്ന് വയ്ക്കുക. ഇത് ഇൻറ്റു K1 K2 K3 എന്ന് പറഞ്ഞാലേ നമുക്ക് 3 ഇക്വേഷൻ വരില്ലേ? K1 + 2 K2 + 3 K3 = 0. ഓക്കെ, 3 K1 + 4 K2 അല്ലെങ്കിൽ -K3 = 0,
2k2 plus 7k3 equal to 0. ഇവിടെ നിന്ന് നമുക്ക് ആർബിട്രറി ആയിട്ട് വേരിയബിളിന് വാല്യൂ കൊടുത്തിട്ട് നമുക്ക് സൊല്യൂഷൻ പെട്ടെന്ന് എഴുതാൻ പറ്റുമോ? അതല്ല സർ ഞാൻ പറഞ്ഞത്, ഈ നമ്മൾ ഈ മെട്രിക്സിനെ റോ ട്രാൻസ്ഫോം ചെയ്യില്ലേ, ചെയ്തു. അത് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോ ഓരോ എൻട്രീസ് സർ പറഞ്ഞില്ലേ, ഫസ്റ്റ് എൻട്രി 1 ആയി കഴിഞ്ഞാൽ അതിന്റെ മേലെയും താഴെയും 0 ആക്കണം എന്ന് പറഞ്ഞില്ലേ? മേലെ ആക്കിയില്ലേലും കുഴപ്പമില്ല, താഴെ മാത്രം 0 ആക്കിയാലും മതി. മീൻസ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അതുപോലെ ഒരു കേസ് ഞാൻ ഇവിടെ എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വരുന്നത് ഈ എൻട്രി 0 ആയിരിക്കും, ഇത് 1 വന്നു, ഇത് 0, ഇതും 1. ഇങ്ങനെയുള്ളൊരു കേസ് നമ്മൾ നോക്കിയാൽ പോരെ. ഇങ്ങനെ ഇതും വന്നു നോക്കിയാൽ ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത്. ഇങ്ങനെയാണെങ്കിലത്തെ കാര്യമല്ലേ ചോദിച്ചേ? ഇതന്നെ. ഓക്കെ, ഇതാണ് എങ്കിൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? k1 plus 2k2 plus 3k3 equal to 0. k1 plus 2k2 plus 3k3 equal to 0. k1 minus k3 equal to 0. റാങ്ക് 2 ആയിരുന്നു. വേരിയബിൾസ് 3 ഉണ്ട്. ഇംപ്ലൈസ് നമുക്ക് 1 വേരിയബിൾ ആർബിട്രറി വാല്യൂ കൊടുക്കാം. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്ലിയർ ആണല്ലോ. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ k3ക്ക് ഒരു വാല്യൂ കൊടുത്തു. k3 ഈക്വൽ ടു എന്തെന്ന് കൊടുത്തു? 1 എന്ന് കൊടുത്തു എന്ന് വയ്ക്കാം. ഏതെങ്കിലും ഒരു വാല്യൂ കൊടുക്കാതെ 0 കൊടുക്കരുത്. 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം 0 എന്നുള്ള സൊല്യൂഷനിലേക്ക് പോകും. k3യുടെ വാല്യൂ 1 കൊടുത്തു കഴിഞ്ഞാൽ ഇംപ്ലൈസ് k1 എന്ത് വരും? ഇവിടെ ഈ ഇക്വേഷൻ എടുക്കുക. ഈ പറഞ്ഞ കാര്യം മനസ്സിലായില്ലേ? ഒരു വേരിയബിളിന് ആർബിട്രറി വാല്യൂ കൊടുക്കാൻ നമ്മൾ പറഞ്ഞു. അങ്ങനെ നമ്മൾ k3ക്ക് വാല്യൂ 1 എന്ന് കൊടുത്തു. നമുക്ക് നേരത്തെ പോലെ ആണെങ്കിൽ കൃത്യം ഏത് കൊടുത്താൽ വൃത്തിയായ ആൻസർ കിട്ടുമെന്ന് അറിയാൻ പറ്റുമായിരുന്നു. ഇവിടെ ഇപ്പൊ നമ്മൾ വെറുതെ k3 ഈക്വൽ ടു 1 എന്ന് കൊടുത്തു. അപ്പൊ അവിടുന്ന് k1 ഈക്വൽ ടു എന്ത് കിട്ടും? ഈ ഇക്വേഷൻ k1 minus 1 equal to 0 implies k1 equal to 1 എന്ന് കിട്ടി. k1 ഉം 1 k3 ഉം 1. അത് ഈ ഇക്വേഷൻ്റെ അകത്ത് കൊണ്ടേ കൊടുക്കണം. അപ്പൊ എന്ത് വരും? ഈ ഇക്വേഷൻ്റെ അകത്ത് കൊടുത്താൽ 1 plus 2k2 plus 3 equal to 0 എന്ന് വരും. ശരിയാണോ? സംശയമില്ലല്ലോ. k3യുടെ വാല്യൂ 1 ആണ്, k1ന്റെ വാല്യൂ 1 ആണ്. അപ്പൊ ദിസ് ഇംപ്ലൈസ് 2k2 ഈക്വൽ ടു -4 ഇംപ്ലൈസ് k2 ഈക്വൽ ടു -2 എന്ന് പറഞ്ഞാൽ ഈ കേസിൽ നമ്മൾ സോൾവ് ചെയ്തെടുത്തു. പക്ഷേ നമുക്ക് കുറെ സോൾവിങ്ങിന്റെ സ്റ്റെപ്പ് ഇവിടെ വരുന്നില്ലേ? നേരത്തെ ആയിരുന്നപ്പോൾ ഇങ്ങനെ ഒന്നും ചെയ്യണ്ടായിരുന്നു. നമുക്ക് ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് k1ന്റെയും സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് k2ന്റെയും വാല്യൂ നേരെ കിട്ടുമായിരുന്നു. വ്യത്യാസം മനസ്സിലായോ? അപ്പൊ നമ്മളിപ്പോ ഈ 1 -2 1 എന്ന് പറയുന്നത് നമ്മളിപ്പോ മുകളിൽ അടിയിൽ 0 ആക്കുമ്പോ ഈ സെയിം ഉത്തരം തന്നെയാണ് അതിലും കിട്ടുക? അതെ, ഈ സെയിം ഉത്തരം ആവണമെന്നില്ല. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലോ. ഇപ്പോ നമ്മൾ ഇതിന് മുമ്പ് എഴുതിയേക്കുന്ന ക്വസ്റ്റിന്റെ ആൻസർ നമ്മൾ 2 3 -2 നമ്മൾ എഴുതിയില്ലേ? ഇതിന് പകരം -2 -3 2 എന്ന് എഴുതിയാൽ തെറ്റില്ല. കാരണം എന്താ? ഇതിനെ ഒരു -1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. ഇനി ഇതിനെ 20 30 -20 എന്ന് എഴുതിയാൽ കുഴപ്പമില്ല. കാരണം എന്താ? ഇതിനെ 20 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. ഇതിനെ 1 3/2 -1 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഇതിലെ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും കിട്ടുക. മനസ്സിലാവുന്നോ? മനസ്സിലായി. അപ്പൊ അതിൽ നിങ്ങൾ ഏത് എഴുതുന്നവർക്ക് പേടിക്കണ്ട. പേപ്പർ നോക്കുന്നവർക്ക് നിങ്ങൾ ഏതാണോ എഴുതിയേക്കുന്നത് ശരിയാണോ എന്ന് അറിയാൻ പറ്റും. അതായത് ഇത്രയേ ഉള്ളൂ. നമ്മളാ എഴുതിയേക്കുന്നതിന്റെ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾസ് ഒക്കെ അതിന്റെ റൂട്ടായിട്ട് വരുന്നതാണ്. ക്ലിയർ ആയല്ലോ? നമ്മുടെ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടില്ല. ഇനി എന്ത് ചെയ്യണം? അടുത്തെന്താ? eigen vector corresponding to lambda. അത് ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾ തന്നെ ചെയ്യണം. eigen vector corresponding to lambda equal to -4 is given by എന്ന് പറയുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എടുക്കണം. ആ ഇക്വേഷൻ കൺസിഡർ ചെയ്തിട്ട് ഇതായിരുന്നു നമ്മുടെ മെട്രിക്സ് ഉണ്ടായിരുന്നത്. ഓക്കെ, ഇവിടുന്ന് അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? a -
-4i ഇൻറ്റു കെ ഈക്വൽ ടു 0 എന്നാണ് എടുക്കണ്ടേ. അല്ലെങ്കിൽ a പ്ലസ് 4i ഇൻറ്റു കെ ഈക്വൽ ടു 0 എന്നാണ് എടുക്കേണ്ടത്. സംശയമുണ്ടോ? സംശയമുണ്ടോ? ഇല്ലല്ലോ. ലാംഡ ഈക്വൽ ടു -4 കറസ്പോണ്ടിങ് ആയിട്ട് ചെയ്യേണ്ടി വരുമ്പോ അപ്പൊ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഡയഗണൽ എലമെന്റിന്റെ കൂടെ ആരെ ആഡ് ചെയ്യേണ്ടി വരും? ഒരു 4നെ ആഡ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഇക്വേഷൻ ഇതാണ്. 5 2 1 6 3 0 -1 -2 3 into k1 k2 k3 ഈക്വൽ ടു 0. ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് വേണം നിങ്ങൾ കണ്ടുപിടിക്കാൻ. അത് ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾ തന്നെ ചെയ്യണം. എൻ്റെ ആൻസർ നോക്കട്ടെ, ഇത് തന്നിട്ടുണ്ടോ നോക്കാം. -1 2 1 എന്നുള്ള ആൻസർ ആണ് പറഞ്ഞിരിക്കുന്നത് ഇവര്. -1 2 1 ഈ ഇതുപോലുള്ള ഒരു ആൻസറിലേക്ക് എത്തുമെന്ന് നോക്കിക്കോളുക കേട്ടോ. അപ്പൊ മനസ്സിലായെന്ന് നോക്കിയേ. ഞാൻ ഇന്ന് ഈ പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? ഇത്തിരി സമയം കൂടുതലെടുത്തു. നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയോ? മനസ്സിലായി സർ. ഓക്കെ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് ഒരു വലിയ പ്രശ്നം ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോളണം. ഇത് ഇത്രയും വലിയ പ്രോബ്ലം ആണ്. നമ്മൾ ചോദിച്ചാൽ എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാനുള്ള സാധനമാണ്. ഇത് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ തെറ്റ് വരുന്ന എവിടെയാണെന്ന് അറിയാമോ? ഇത് ഈ പോർഷനിലാണ്. അതായത് നമ്മൾ ഈ എയ്ഗൻ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്ത് വരില്ലേ, ഈ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ഇതില്ലേ, ഇവിടെയാണ് തെറ്റിപ്പോകുന്നത്. ഇത് തെറ്റിപ്പോയാൽ നമ്മുടെ ഈ ക്വസ്റ്റിന്റെ മുഴുവൻ മാർക്കും പോകും. ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ക്യാരക്ടറിസ്റ്റിക് എയ്ഗൻ വാല്യൂസും എയ്ഗൻ വെക്ടേഴ്സും കണ്ടുപിടിക്കുന്നു പറഞ്ഞുകൊണ്ട് തരുന്ന ക്വസ്റ്റ്യൻ. നമുക്ക് തെറ്റാൻ പോകുന്ന സംഭവം ഈ തുടക്കത്തിൽ നമ്മൾ ഈ എഴുതുന്ന ഈ ഭാഗത്ത് എവിടെയെങ്കിലും ആയിരിക്കും. ഇവിടെ തെറ്റിപ്പോയാൽ അത് കഴിഞ്ഞ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി എന്തുമാത്രം കാര്യങ്ങൾ പിന്നെ നമ്മൾ ചെയ്യുന്നുണ്ടെന്ന്. അതൊക്കെ വേസ്റ്റ് ആയി പോകും. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ തുടക്കം തെറ്റാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഈ തുടക്കം വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ഈസി മെത്തേഡ് ഞാൻ അടുത്ത ക്ലാസ്സിൽ നിങ്ങളോട് പറയാം, ഇന്ന് പറയുന്നില്ല. എന്തായാലും ഇത് നിങ്ങൾ ചെയ്ത് നോക്കണം. 2-3 ക്വസ്റ്റ്യൻസ് വേറെ എക്സ്ട്രാ ചെയ്ത് നോക്കണം എന്ന് എനിക്ക് സജഷൻ ഉണ്ട്. അതുപോലെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് രണ്ടും ഈസി ആയിട്ടുള്ളതായിരുന്നു. ഞാൻ വേറെ 1-2 ക്വസ്റ്റ്യനും കൂടെ വേണമെങ്കിൽ അടുത്ത ക്ലാസ്സിൽ തുടങ്ങി തരും. കംപ്ലീറ്റ് ചെയ്യില്ല. ഇനി ഒരു ക്വസ്റ്റ്യനും ഇതുപോലെ കംപ്ലീറ്റ് ചെയ്യില്ല കേട്ടോ. ഓക്കെ. അപ്പൊ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. എനിക്കിപ്പോ വേറൊരു മീറ്റിംഗ് ഉണ്ട്. അപ്പൊ എന്തെങ്കിലും സംശയം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാനായിട്ട് മടിക്കണ്ട. ഞാൻ ഇന്നത്തെ ക്ലാസ് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് ഞാൻ കരുതുന്നു.